اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. محمد أشرف الأعراب والعجم محمد خير من يمشي على قدمي مولاي صل وسلم. ഒന്ന് എഴുന്നേറ്റ് നിൽക്കല്ലേ. മുഹമ്മദുൻ ദിക്റുഹു റൗഹുൽ ലിഅൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫറളുൻ അലൽ ഉമ്മമി മൗലായ സല്ലി ലിന്ദായി മൻ അബദ അല حبيبك خير محمد زينة دنيا وبهجتنا محمد كاشف الغمات والظلم مولاي അഭിവന്ദരായ നമ്മുടെ ഇവിടെ വിഷയം അവതരിച്ച് സംസാരിച്ച ഇബ്രാഹിം ഖലീൽ ഖുദവി ഉസ്താദ് അവറുകളെ, അഭിവന്ദരായ സാബിർ മാട്ടൂൽ, ബഹുമാനരായ സഹോദരന്മാർ, അബൂദബിയിലെ ഈ യാത്രയിലെ അവസാനത്തെ പ്രസംഗത്തിനാണ് നമ്മളിപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. ഇന്ന് രാത്രി ഷാർജയിലേക്ക് പോവുകയാണ്. അപ്പോൾ രണ്ടാമത്തെ സെഷനിൽ നിങ്ങൾ നോട്ടീസിൽ കണ്ടതുപോലെ മറ്റൊരു വിഷയമാണ്. പക്ഷേ രാവിലെ നമ്മൾ പറഞ്ഞു തുടങ്ങിയ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂറാനിയത്തുമായി ബന്ധപ്പെട്ട് വീണ്ടും തുടരണമെന്ന് അറിയിച്ചത് പ്രകാരം അങ്ങനെ പോവുകയാണ്. നമ്മൾ മുത്തുനബിയുടെ സൗന്ദര്യത്തെക്കുറിച്ചായിരുന്നു ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചത്. ഞാനൊരു സംഭവം പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. എന്തുകൊണ്ടാണ് നമുക്ക് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്ത് കാണിച്ച അത്രമേൽ ആഴത്തിലുള്ള ഒരു പ്രണയം നമുക്കില്ലാതെ പോയത് എന്തുകൊണ്ടാണ്? നമ്മുടെ നാട്ടിൽ ചില ആളുകളൊക്കെ സംസാരിക്കുന്നത് മുത്തുനബിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ മുത്തുനബിയെ പിൻപറ്റലാണ്. വളരെ മനോഹരമായ ഒരാശയമാണ്, അതല്ലേ? ഒരാളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പിൻപറ്റലാണ്. പക്ഷേ ഞാനത് നിഷേധിച്ചുകൊണ്ട് പറയുകയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പിൻപറ്റലാണോ? പിൻപറ്റൽ ദ പാർട്ട് ഓഫ് ലവ്, സ്നേഹത്തിന്റെ ഒരു പാർട്ട് മാത്രമാണ്. ഒരാളെ പിൻപറ്റണമെങ്കിൽ അയാളെ സ്നേഹിക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങളെല്ലാവരും എഴുന്നേറ്റുന്നു. ആസിഡോ മതി. ആ എഴുന്നേൽക്കുന്ന കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി, പണ്ടറക്കാലം പിന്നെ എഴുന്നേൽപ്പിക്കുകയാണല്ലോ. അപ്പൊ നിങ്ങൾ എന്നെ പിൻപറ്റിയത് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല. രണ്ട് കാരണമുണ്ട്. ഒന്ന്, ഒരു നമ്മുടെ വേദിയല്ലേ, രണ്ടതൊരു കാക്ക പറഞ്ഞതല്ലേ. നോക്കൂ, ഫോർ എക്സാമ്പിൾ,
ഒരാളെ പിൻപറ്റാൻ മനസ്സിൽ അയാളോട് സ്നേഹം വേണമെന്നില്ല. പ്രണയമെന്ന് പറയുന്നത് മറ്റൊന്നാണ്. അത് ഒരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയാത്ത ഒന്നാണ്. ഇപ്പൊ നിങ്ങൾക്ക് ചായ വരുന്നുണ്ട് അല്ലേ? വാട്ട്സ് ദ മീനിങ് ഓഫ് ഷുഗർ? എന്താണ് മധുരം എന്ന് പറഞ്ഞാൽ? എന്താ മധുരം? ആരെങ്കിലും പറഞ്ഞാൽ വീണ്ടും ഞാനൊരു മൊബൈൽ ഫോൺ സമ്മാനം തരാം. ആ കലയിൽ പൊതുവെ എടുത്ത് നല്ല പോകുന്നുണ്ട്. എന്താണ് മധുരം? പറയൂ, എന്താണ് മധുരം? ആർക്കും പറയാം. മനസ്സിനും ശരീരത്തിനും ഇഷ്ടപ്പെട്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞൊരു മറുപടി. ഒരു സ്പെസിഫിക് ആയ ആൻസർ അല്ല. മനസ്സിനും ശരീരത്തിനും ഇഷ്ടപ്പെട്ട വേറെയും കുറെ കാര്യങ്ങളുണ്ട്. അത് അനുഭവിക്കാനുള്ളതാണ്, വാക്കുകൾക്ക് അതീതമാണ്. വേറെ എന്തെങ്കിലും മോർ ആൻസർ ഉണ്ടാവും? ഞാൻ തെളിയിക്കുക. അപ്പൊ കേരളത്തിൽ ഇതൊരു വിഷയമാണ്. നബിയെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ, അല്ല, സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പിൻപറ്റലാണ്, അല്ലാതെ മൗലൂദ് നടത്തലല്ല, മദ്ഹ് പറയലല്ല, നബി നിസ്കരിച്ച പോലെ നിസ്കരിക്കില്ല എന്ന്. അത് ഞാൻ പൊളിച്ച് കൈത്തരാൻ പോവാ. നിങ്ങൾ പറയും എന്താണ് മധുരം എന്ന് പറഞ്ഞാൽ? പറഞ്ഞോളൂ. അല്ല, അവിടെ ഒരാൾ കൈ ചോദിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞ? മലയാളിയല്ലേ? പറഞ്ഞോളൂ. മനെ ഓക്കെ. നല്ല മറുപടിയാണ്, പക്ഷെ ആൻസർ ആയിട്ടില്ല. ഹബീബിങ്ങളെ അല്ല, അത് അദ്ദേഹം പറഞ്ഞ പോലെ കറക്റ്റ്. അമ്മാനെ കാണുന്ന ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഉമ്മാനെ കാണാൻ തോന്നണില്ലേ? ഞങ്ങളൊക്കെ 2 ദിവസം കഴിഞ്ഞാൽ പോയി കാണും. നിങ്ങൾക്ക് ഇനി 5 കൊല്ലം കഴിയണ്ടേ? ഹബീബിങ്ങളെ, മധുരം എന്താണെന്ന് പറയാൻ നൊബേൽ അവാർഡ് ലഭിച്ച ഒരാൾക്ക് പറയാൻ പറ്റില്ല. മധുരം എന്തെന്ന് പറയാൻ ഓസ്കാർ അവാർഡ് ലഭിച്ച ഒരാൾക്കത് വിശദീകരിക്കാൻ കഴിയില്ല. അത് അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു അനുഭവമാണ്. ഒരാളുടെ വായിലേക്ക് കുറച്ച് പഞ്ചസാര തിരികിയിട്ട് ഇപ്പൊ നീ അനുഭവിക്കുന്നതാണ് മധുരം എന്ന് പറയാൻ പറ്റും അല്ലേ? അല്ല, പഞ്ചസാര കാണിച്ചിട്ട് ഇത് മധുരം എന്ന് പറയാൻ പറ്റില്ല. ജിലേബിയിലും മധുരമുണ്ട്, ഹലുവയിലും മധുരമുണ്ട്, ജ്യൂസിൽ മധുരമുണ്ട്. മധുരം എന്ന് പറഞ്ഞാൽ അനുഭവിക്കാൻ കഴിയുന്ന ഒന്നാണ്. ഈ പ്രണയം എന്ന് പറയുന്നത് അത് ലവ് ലെറ്റർ കൊടുക്കലല്ല, അതൊരു വികാരമാണ്. അത് വിശദീകരിക്കാൻ പറ്റില്ല. ഭൂമിശാസ്ത്രപരമായ വ്യത്യാസങ്ങൾക്ക്, സാംസ്കാരികമായ വ്യത്യാസങ്ങൾക്കനുസരിച്ച് ഓരോ തരത്തിലായിരിക്കും ഓരോരുത്തർ പ്രണയിക്കുക. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ന്യൂജൻ പ്രണയം എന്ന് പറഞ്ഞാൽ എന്തടകടി വേട എന്ന് പറയുന്ന ഒരു പ്രണയമാണ്. അപ്പൊ ചിലപ്പോൾ അറബിയിൽ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അപ്പോ മുത്തുനബിയെ വൈകാരികമായ ഒരു സ്നേഹം നമ്മുടെ മനസ്സിൽ രൂപപ്പെടണം. പിൻപറ്റണം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് തർക്കിക്കേണ്ട കാര്യമില്ലല്ലോ. പിൻപറ്റണം. ഒരാൾ നിസ്കരിക്കാതെ നബിയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. പക്ഷേ അതൊരു വികാരമാണ്. ആ വികാരം സഹാബത്തിനുണ്ടായത് മുത്തുനബി നൂറാണ് എന്ന് തിരിച്ചറിവിൽ നിന്നായിരുന്നു. നമുക്കൊരു സംഭവം പറയാം. മദീനത്തെ പള്ളി, നിങ്ങൾ പലവരും കേട്ട ഒരു സംഭവത്തിന്റെ 2ാം പാർട്ട് പറയാൻ വേണ്ടി ഞാൻ പറയട്ടെ. സുബഹി നമസ്കാരം കഴിഞ്ഞ് ഒരു സഹാബി വര്യൻ പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നത് 2-3 ദിവസം പുണ്യനബി ഒബ്സർവ് ചെയ്തു, നിരീക്ഷിച്ചു. 4ാമത്തെ ദിവസം മുത്തുനബി ചോദിച്ചു, എന്തേ നിങ്ങൾ പെട്ടെന്ന് എഴുന്നേറ്റ് പോകുന്നേ? അള്ളാഹുവിനോട് ഒന്നും നിങ്ങൾക്ക് ചോദിക്കാനില്ലയോ സഹോദരാ? പടച്ച തമ്പുരാനോട് ആവലാതിയൊന്നും പറയാനില്ലയോ സഹോദരാ? അപ്പോഴദ്ദേഹം പറഞ്ഞ മറുപടി, നബിയേ, എങ്ങനെ ഞാൻ പറയും ഹബീബേ? ഞാൻ ഒരു ദിവസം വൈകിച്ചെന്നപ്പോൾ ദുആ കഴിഞ്ഞ് ഇസ്തിഗ്ഫാർ കഴിഞ്ഞ് ഇശ്റാഖ് നിസ്കാരം കഴിഞ്ഞ് മടങ്ങിച്ചെന്നപ്പോൾ എന്റെ 2 മക്കൾ എന്റെ വീടിന്റെ അടുത്ത് താമസിക്കുന്ന ഒരാളുടെ വീട്ടിൽ നിന്ന് ചെരിഞ്ഞു നിൽക്കുന്ന ഈത്തപ്പനയിൽ നിന്ന് പൊഴിഞ്ഞു വീണ പഴങ്ങൾ, രാക്കാറ്റ് വീശുന്ന കാലമല്ലേ ഹബീബേ, ചൂടുള്ള കാലമല്ലേ ഹബീബേ, പഴം വീണു, അതെന്റെ കുട്ടികൾ എടുത്ത് കഴിക്കുകയാണ് റസൂലേ. എനിക്ക് ദേഷ്യം വന്നു ഹബീബേ. ഞാൻ ഓടിച്ചെന്ന് അകലെ നിന്ന് വിളിച്ചു പറഞ്ഞു, മക്കളെ, ഇത് ഹക്കാണ്, ഹറാമിന്റെ മുതലാണ്, കഴിക്കല്ല. എന്റെ മൂത്ത മകൻ താഴേക്കിട്ടു, നബിയെ,
എന്റെ കൊച്ചുമകൻ അത് കഴിക്കുകയാണ് റസൂലേ. എനിക്ക് ദേഷ്യം വന്നു ഹബീബേ. ഞാൻ അവന്റെ വായിലേക്ക് വിരൽ കയറ്റി താഴേക്ക് വലിച്ചിട്ടു നബിയേ. അപ്പോഴെന്റെ കൊച്ചുമോൻ എന്നോട് പറഞ്ഞു, ബാപ്പച്ചി ഇന്നലെ രാത്രി പോലും ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് അറിയാലോ, ഒരു പഴമെങ്കിലും കഴിച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോൾ എന്റെ മനസ്സ് കിടുങ്ങിപ്പോയി ഹബീബേ. പക്ഷെ എന്റെ മക്കള് ഹറാമ് കഴിക്കാൻ പാടില്ല. ഞാനതുകൊണ്ട് നേരത്തെ പോയിട്ട് പഴങ്ങൾ പെറുക്കിയിടുകയാണ്, അപ്പുറത്തേക്കിടാൻ പോവുകയാണ് ഹബീബേ. അതാണ് നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയാൽ ഉടനെ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ലോകത്തിന്റെ തിരുദൂതരുടെ 2 കണ്ണുകളും നിറഞ്ഞുപോയി. അശ്രുകണങ്ങൾ തുള്ളിത്തുളുമ്പി പ്രവാചകന്റെ മുഖകമലങ്ങളിലൂടെ താഴോട്ടൊഴുകി. അള്ളാന്റെ റസൂല് പറഞ്ഞു, അയൽവാസിയോട് വരാൻ പറ. ഇതുവരെയും നിങ്ങൾ പലപ്പോഴും കേട്ട ഒരു ചരിത്ര ഭാഗമാണ്. 2ാം പാർട്ടാണ് ഞാൻ പറയുന്നത്. അയൽവാസിയോട് വരാൻ പറഞ്ഞു. അയാൾ ഒരു മുസ്ലിമായിരുന്നു ഹബീബേ. ജൂതനാണ് എന്ന് നിങ്ങൾ ചിലപ്പോൾ ചരിത്രം കേട്ടിട്ടുണ്ടാവും. അയാളൊരു മുസ്ലിമായിരുന്നു, പക്ഷേ മുനാഫിക്കായ മുസ്ലിമാണ്. അത് നിങ്ങൾ പോയിന്റ് അണ്ടർലൈൻ ചെയ്യണ ആ പ്രയോഗത്തിന്. മുത്തുനബിയുടെ കൂടെ മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കുന്നു. നബി ഏതുപോലെ നിസ്കരിച്ചോ അതേപോലെ. നബി എന്തൊക്കെ നന്മ ചെയ്യാൻ പറഞ്ഞോ അതൊക്കെ ചെയ്യുന്നു. പക്ഷേ ഹൃദയത്തിൽ പ്രവാചകനോട് എന്തില്ല? സ്നേഹം ഇല്ല. അതാണ് മുനാഫിഖ്. ഫിദർക്കിൽ അസ്ഫൽ, നരകത്തിന്റെ ഏറ്റവും അടിയിലെ തട്ടിലാണ് അവരെന്ന് പരിശുദ്ധ ഖുർആൻ. അതിപ്പോ തെളിയും. അയാളോട് വരാൻ പറഞ്ഞു, ആ ഈത്തപ്പനയുടെ ഉടമസ്ഥനോട്. മുത്തുനബിയുടെ മുന്നിൽ അയാൾ വന്നപ്പോൾ ആദരവായ റസൂലുള്ളാഹ് ചോദിച്ചു, സഹോദരാ, നിങ്ങളുടെ പനയില്ലേ? ആ പന നിങ്ങൾ അയൽവാസിക്ക് കൊടുക്കുമോ? ഇന്നയാൾക്ക് നിങ്ങളത് കൊടുക്കുമോ? എങ്കിൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗത്തിൽ ഒരു പന തരാം. സ്വർഗത്തിൽ ഞാൻ നിങ്ങൾക്കൊരു ഈത്തപ്പന തരാമെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ. എന്ത് ചോദ്യമാണ് മുമ്പ് നിങ്ങളത്? ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടെന്ന് കരുതുക. മുത്തുനബി പറയാൻ, ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു പന തരാം. നിങ്ങൾ ഈ ഇസ്ലാമിക് സെന്ററിന് 1000 ദിർഹം വെച്ച് തരൂ, അങ്ങനെ പിരിവിനല്ല, പേടിക്കണ്ട എന്ന് പറഞ്ഞതിൽ ആരെങ്കിലും പറ്റില്ല എന്ന് പറയോ? ഹബീബിങ്ങൾ പറയോ? ആടാ, നമുക്ക് മറുപടി വരാൻ പോലും താമസ. പറയുക ഉറപ്പല്ലേ? അബ്സല്യൂട്ട്ലി പ്രോമിസ്. ഉറപ്പിച്ച് പറഞ്ഞു, ഇവിടെ റസൂലില്ല എന്ന് ഉറപ്പല്ലേ? ആ ധൈര്യത്തിൽ നിങ്ങൾക്ക് പറയാം. പക്ഷെ ആലോചിച്ച് നോക്കുക, ആ സഹാബി ആ മനുഷ്യനോട് പുണ്യനബി പറഞ്ഞു, സ്വർഗത്തിലൊരു പന തരാന്ന് പറഞ്ഞാൽ ഒരു പന മാത്രം തരാന്നല്ലല്ലോ അതിന്റെ അർത്ഥം. പിന്നെന്താണ്? അയാൾ സ്വർഗത്ത് കിടക്കും. സ്വർഗത്ത് കിടക്കാതെ ഇയാൾ നരകത്തിലും പന ഇവിടെ ഉണ്ടായിട്ട് അയാൾക്ക് എന്താ കാര്യം? സ്വർഗത്ത് കിടക്കുന്നല്ലേ? പക്ഷേ അയാൾ പറഞ്ഞത്, ഇല്ല യാ റസൂലല്ലാഹ്, തരില്ല നബിയേ, തരില്ല ഹബീബേ. ആ പന എനിക്ക് തന്നെ വേണം. അത് നല്ല പഴങ്ങളുള്ള പനയാണ് നബിയേ. മുത്തുനബി പറഞ്ഞു, പൊയ്ക്കോളൂ, പൊയ്ക്കോളൂ. ഇറങ്ങിപ്പോയി. അയാൾ മുസ്ലിമാണ്, നിസ്കരിക്കുന്നയാളാണ്, മുത്തുനബിയെ ഇത്തിബാ ചെയ്തയാളാണ്, റസൂലുള്ളാന്റെ തൊട്ടുപിന്നിൽ നിസ്കരിച്ചയാളാണ്. പക്ഷേ പ്രണയമില്ല. സ്നേഹിക്കുന്നവർ ചോദിച്ചാൽ ജീവൻ പോലും കൊടുക്കില്ലേ നാം? മുത്തുനബി പറഞ്ഞു, പൊയ്ക്കോളൂ. വാർത്ത മദീനയിൽ പരന്നു. അതാ കൊടുങ്കാറ്റ് പോലെ ഒരാൾ ഓടിക്കതച്ചു വരികയാണ് മദീനത്തെ പള്ളിയിലേക്ക്. ചരിത്രത്തിലെ ദ ലെജൻഡ് ഓഫ് ഇസ്ലാമിക് ഹിസ്റ്ററി, മഹാനായ സയ്യിദുനാ അബൂ ദഹ്ദാ ഓടി വന്നുകൊണ്ട് പറഞ്ഞു, റസൂലേ, ഹബീബേ, നിങ്ങൾ അങ്ങനെ ഒരു ഓഫർ പറഞ്ഞിട്ടുണ്ടോ? ദുനിയാവിൽ ആ പന വാങ്ങിക്കൊടുത്താൽ സ്വർഗത്തിൽ ഒരു പന തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ ഹബീബേ? മുത്തുനബി പറഞ്ഞു, ഉണ്ട് അബൂ ദഹ്ദാ. അബൂ ദഹ്ദ പിന്നെ മിണ്ടിയില്ല. പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ആ മുനാഫിഖിന്റെ വീട്ടിൽ ചെന്നു. അയാളോട് പറഞ്ഞു, സഹോദരാ, ആ പനയില്ലേ റസൂലുള്ള പറഞ്ഞ പന?
നമ്മുടെ മുസ്ലിം സഹോദരന്റെ വീട്ടിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന നിങ്ങളുടെ പന അത് കച്ചവടം ചെയ്യാൻ വന്നതാണ് ഞാൻ. അപ്പോഴയാൾ പറഞ്ഞു, തരൂല്ല, എന്തു വില വേണമെങ്കിലും ഞാൻ തരാം എന്ന് പറഞ്ഞപ്പോൾ അയാൾ ചോദിച്ചു, എന്തു വില? അപ്പൊ പറഞ്ഞ മറുപടി, എന്റെ മദീനയിലെ മസ്ജിദുൻ നബവിയുടെ സമീപത്തുള്ള ഈ തപ്പനയുടെ തോട്ടം മൊത്തമായി നിങ്ങൾക്ക് ഞാൻ തരാം. അയാൾ എഴുന്നേറ്റ് ചോദിച്ചു, അപ്പോ അബുദ്ദഹത ഇൻത മജ്നൂൻ, നീ ഭ്രാന്തനാണോ? അല്ല, ഗൾഫിലൊക്കെ ഇൻതാന്നല്ലേ പറയാം, ഉസ്താദുമാര് നാട്ടിലൊക്കെ അന്താന്നാ പറയാ. ദാറ്റ്സ് എ കൊളോക്കിയൽ ലാംഗ്വേജ്. ഇത് ക്ലാസിക്കൽ ലാംഗ്വേജ് ആണ്. അത് ഇടയിൽ പറഞ്ഞ സമയമില്ലാത്തതുകൊണ്ട് അത് വിശദീകരിക്കണ്ട. ഇപ്പൊ മക്കൾക്കൊക്കെ അറബി കുട്ടികളുടെ പേരിടുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. മുമ്പേ ഭാര്യയുടെയും ഭർത്താവിന്റെയും പേര് കൂട്ടിയിട്ടായിരുന്നത്. ഇപ്പൊ ബഷീർ ആണെങ്കിൽ ഭാര്യയുടെ പേര് സുഹറ എന്നാണെങ്കിൽ ബാസൂറ എന്നൊക്കെ പേരിട്ടുണ്ട്. മൂലക്കുരു എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പൊ ഒരു ട്രെൻഡ് മാറി. ഇപ്പൊ ഹൗസ് ഡ്രൈവേഴ്സ് ഉണ്ട്, ഇവിടെ റെസ്റ്റോറന്റുകളിലും കഫ്റ്റീരിയകളിലൊക്കെ ജോലി ചെയ്യുന്നവർ അറബി കുട്ടികളുടെ പേര് ഒരു ട്രെൻഡായി ഒരു 10 കൊല്ലമായിട്ട്. ഭയങ്കര പ്രശ്നമാണ്, അപകടമാണ്. എന്താന്ന് പറഞ്ഞാൽ ഈ അറബികൾ സംസാരിക്കുന്നത് കൊളോക്കിയൽ അറബിയാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ നാട്ടില് തൃശ്ശൂർ, നമ്മൾ തൃശ്ശൂർക്കാരനാണെങ്കിലും തൃശ്ശൂർ ടൗണിൽ പറയുന്നൊരു ഭാഷ എന്തുടകടി നീ പറയണ് എന്നാണ്. ഇവിടെ ഒരു മനുഷ്യ ചാവക്കാട്ടൂരൊക്കെ ഉണ്ട്. പക്ഷെ മലപ്പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ മലപ്പുറത്തേരുണ്ടല്ലോ, നമ്മുടെ മുജീബിന്റെ നാട്ടിൽ എന്ത് തജ്ജ് പറയണ് എന്നായിരിക്കും. അവിടെ കോഴിക്കോട് പോയാ എന്തേ നീ പറയണെന്ന് വെച്ചു. ഇനി കാസർഗോഡ് പോയാൽ എന്താന്ന് ഉദവി പറയട്ടെ, എന്തച്ചാന്നാ പറയാ. തിരുവനന്തപുരത്താണ് എന്തിരീന്ന്. ഇതൊന്നും മലയാളമല്ലല്ലോ, ഇതൊക്കെ മലയാളമാണോ? അല്ല. മലയാളം എന്ന് പറഞ്ഞാൽ വള്ളുവനാടൻ മലയാളമാണ്. അതായത് വടക്കാഞ്ചേരി മുതൽ ഒറ്റപ്പാലത്തിന്റെ ഇടയിലുള്ള ദേശമെല്ലാം ഇങ്ങനെ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശത്താണ് ഫ്ലുവന്റായ മലയാളം. എം ടി വാസുദേവൻ അവരുടെ മഞ്ഞിലടക്കം ഒക്കെയുള്ള മലയാളം നിങ്ങൾ അന്വേഷിച്ചോളൂ, ആറ്റൂരൊക്കെ. അപ്പൊ ഹബീബിങ്ങള് അതിൽ തമാശ പോട്ടെ. ഇത് ഒരു കൊളോക്കിയൽ ലാംഗ്വേജ്. യഥാർത്ഥത്തിൽ എന്താണ് നീ പറയുന്നത് എന്നാണ് മലയാളം. കേരളത്തിൽ ആരും അത് സംസാരിക്കുന്നില്ല. ഉണ്ടോ? എന്താണ് നീ പറയുന്നത് എന്ന് ചോദിക്കില്ല, ഒക്കെ മാറ്റിയിടാം. അപ്പൊ ഒന്ന് ക്ലാസിക്കലാണ്, ഒന്ന് കൊളോക്കിയൽ. ഇപ്പൊ ഖുർആനിൽ അൻസല മിനസ് സമാഇ മാ എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഏതെങ്കിലും അറബികൾ മാ എന്ന് പറയും, പറയാ. യു എയിൽ മായി എന്ന് പറയും, സൗദി അറേബ്യയിൽ മോയ എന്നാ പറയുന്നത്. അത് കൊളോക്കിയൽ ലാംഗ്വേജാ. ഇത് നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ വിഷയം അതല്ല. അതുപോലെ നമ്മുടെ പള്ളിയത്തെ ഉസ്താദ് വെള്ളിയാഴ്ച കുത്തുപോതി നിങ്ങൾക്ക് അർത്ഥം വെക്കാൻ പറ്റുമോ? ആ കുത്തുപാടെ ഏട് നിങ്ങൾക്ക് നിങ്ങൾ അർത്ഥം വെക്കുവോ? പറയും, അർത്ഥം വെക്കുവോ? എന്താ ഉണ്ടാത്ത്? ഉസ്താദ്മാരോടല്ലേ ചോദിച്ചു, ഇവിടെ ജോലി ചെയ്യുന്ന നിങ്ങളോട് അർത്ഥം വെക്കുവോ? ഇല്ല. ഇന്ന് ഈ ഉസ്താദിനോട് ഇവിടുത്തെ ഒരു അറബി വന്ന് സംസാരിക്കാൻ പറയും, അപ്പൊ ഉസ്താദും മുട്ടും. ആ കുത്തുബയിലും ഖുർആനിലൊക്കെ ക്ലാസിക്കൽ അറബിയാണ്. ഇവർ സംസാരിക്കുന്നത് കൊളോക്കിയൽ അറബി. അപ്പൊ ഈ കുട്ടികളുടെ പേര് അവർ കൊളോക്കിയൽ വിളിയ. അപ്പൊ അബ്ദുൽ ഒക്കെ ഇതിപ്പം കാണാപ്പടം പഠിച്ച് വാട്സപ്പിൽ ഭാര്യക്ക് അത് തെറ്റായിരിക്കും, അതിന്റെ പ്രൊനൗൺസിയേഷൻ തെറ്റായിരിക്കും, ശ്രദ്ധിക്കണം. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പൊ എന്താ പ്രശ്നം ഉണ്ടായി ഇങ്ങനെ തിരിയാ? ഇൻച മജ്നൂൻ, ഞങ്ങള് അവിടെ ക്ലാസിക്കൽ അറബി എന്ന് പറയും ഇൻത എന്നുള്ളത് തെറ്റാണ് അല്ലേ, അന്ത എന്നാണ് പറയേണ്ടത്. ഇൻച മജ്നൂൻ, ഭ്രാന്തനാണോ അബുദ്ദഹത? ഒരു പനക്ക് പകരം ഒരു തോട്ടം തരാ. ആരാണ് ആ തോട്ടം കൊതിക്കാത്തത്? മദീനയിലെ സായാഹ്നങ്ങളിൽ സഹാബത്ത് പോയിരിക്കാറുണ്ട്. അവിടെ മനോഹരമായ ശീതളിമയുള്ള തോട്ടമാ. ഈത്തപ്പൂത്ത് നിൽക്കുന്ന കാലത്ത് അവിടെ ഇങ്ങനെ ചെന്ന് നോക്കുമ്പോഴെന്ത് ചന്തമാ. വലിയ തോട്ടം, 100 കണക്കിന് പഴങ്ങളുള്ള തോട്ടം. അത് ഞാൻ തരാം എന്ന് പറഞ്ഞു. കച്ചവടം ചെയ്തു ഹബീബേ. ഒരു പനക്ക് പകരം ഒരു തോട്ടം മൊത്തം കച്ചവടം ചെയ്തു. എന്നിട്ട് പള്ളിയിൽ നിന്ന് നേരത്തെ പോകുന്ന സഹാബിയുടെ വീട്ടിൽ പോയി പറഞ്ഞു, ആ പന നിങ്ങളുടേതാ, ഞാനത് വാങ്ങിക്കഴിഞ്ഞു, നിങ്ങൾക്ക് ഹദിയ നൽകി. പിന്നെ മുത്തുനബിയുടെ അരികിലേക്ക് ഓടിച്ചെന്നു അബുദ്ദഹദ. അബുദ്ദഹദ വരുന്നത് കാണുമ്പോൾ പുന്നാര നബി ചിരിക്കുകയാണ്. ഹിമഗണങ്ങൾ വീണുണരുന്ന പ്രസന്ന പ്രഭാതങ്ങളിൽ
ഇതൾ വിടർത്തുന്ന റൈഹാൻ പൂവിതൾ പോലെ മനോഹരമായി പുഞ്ചിരി തൂകി മുഹമ്മദ് മുസ്തഫ. അബൂദഹദ ഓടി വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ആ പന ഞാൻ വാങ്ങി ഹബീബേ, നമ്മുടെ സഹോദരന് കൊടുത്തു ഹബീബേ, അതുകൊണ്ട് സ്വർഗത്തിലെ പന എനിക്കല്ലേ നബിയേ എന്ന് ചോദിച്ചപ്പോൾ അള്ളാന്റെ റസൂല് പറഞ്ഞു, ഇല്ല അബൂദഹദ. കണ്ടോ, നിങ്ങളുടെ മുഖത്ത് പോലൊരു സങ്കടം എന്ന് പറഞ്ഞപ്പോ ആ നിമിഷം അബൂദഹദ ഞെട്ടിപ്പോയി. ഉടനെ പുണ്യനബി പറഞ്ഞു, അബൂദഹദ, നിങ്ങളുടെ കച്ചവടം ഞാൻ അറിഞ്ഞു അബൂദഹദ. ആകാശലോകത്ത് മലക്കുകൾ നിങ്ങളെക്കുറിച്ച് അഭിമാനം കൊള്ളുന്നു അബൂദഹദ. അല്ല പറഞ്ഞുവത്രേ, ജിബ്രീൽ എന്റെ അരികിൽ വന്നു, ഇപ്പോൾ അബൂദഹദ നിങ്ങൾക്കൊരു പന തരാമെന്നല്ലേ ഞാൻ ഓഫർ ചെയ്തത്. നാളെ സ്വർഗത്തിൽ ഒരു പനക്ക് പകരം ഒരു താഴ്വാരം മുഴുവൻ തോട്ടം നിങ്ങൾക്കാണ് അബൂദഹദ. ഒരു താഴ്വാരം ഈത്തപ്പന മുഴുവൻ നിങ്ങൾക്കാണ് അബൂദഹദ. ഖാല റസൂലുള്ളാഹി, ഒരു താഴ്വാരം മുഴുവൻ നിങ്ങൾക്ക് ഈത്തപ്പനയുടെ തോട്ടമുണ്ട് അബൂദഹദ. അബൂദഹദ മുത്തുനബിയുടെ കൈ പിടിച്ചവിടെ നിറങ്ങി തന്റെ മനോഹരമായ തോട്ടത്തിന്റെ കവാടത്തിൽ ചെന്നു നിന്നു. ഉമ്മദ്ദഹദ വിളിച്ചു, തന്റെ ഭാര്യയെ വിളിച്ചു, പുറത്തേക്കിറങ്ങി, കുട്ടികളെ വിളിക്കും, പാത്രമെടുക്ക്, പുറത്തേക്കിറങ്ങി. ഉമ്മുദ്ദഹദ ചോദിച്ചു, അബൂദഹദ എങ്ങോട്ടാ, എന്തുപറ്റി? അപ്പോൾ സംഭവം വിശദീകരിച്ചു കൊടുത്തു. ഭാര്യ മനോഹരമായ ഒരു തോട്ടവും വീടും ഉപേക്ഷിക്കപ്പെട്ട് മദീനയുടെ അങ്ങാടിയിലേക്ക് ഒന്നുമില്ലാതെ ദരിദ്രമായി ഇറങ്ങുന്ന പെണ്ണിന്റെ മനസ്സിൽ എന്തായിരിക്കും? നമ്മുടെ നാട്ടിലാണെങ്കിൽ നിങ്ങളൊരു വയലിന് പോയിട്ട് 1,00,000 രൂപ സംഭാവന ചെയ്ത അന്ന് വീട്ടിൽ പോയാൽ ഭാര്യ എന്തായിരിക്കും പ്രതികരിക്കുക? എന്റെ മനസ്സ, നിങ്ങൾ എന്ത് പണി ചെയ്തത്? 1,00,000 റുപ്യയെ. നീ ഭാര്യ ഓഫർ ചെയ്താൽ എന്തായിരിക്കും? ബദർ യുദ്ധമായിരിക്കില്ലേ വീട്ടിലുണ്ടാകുക? എന്റെ സ്വർണ്ണമോതിരം നീ കൊടുത്തോ? പക്ഷെ ഉമ്മദ്ദഹദ പറയുന്നത്, അബൂദഹദ, ഓ എന്താണിത്? ഇതെന്തൊരു പ്രോഫിറ്റ് ലഭിക്കുന്ന കച്ചവടമാ, ഇതെന്തൊരു ലാഭമുള്ള കച്ചവടമാ. നിങ്ങൾ ഭയങ്കര ബുദ്ധിമാനാ. ഒരു തോട്ടത്തിന് പകരം സ്വർഗം വാങ്ങിയില്ലേ നിങ്ങൾ? യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഒരു സലാത്തില്ല, 3 സലാത്തില്ല എല്ലാവരും? ആ മതി, ഓർമ്മ വന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുകും അലാ തിജാറ, പ്രോഫിറ്റ് ലഭിക്കുന്ന ഒരു കച്ചവടത്തെ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? തുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക, വറസൂലിഹി, അല്ലാഹുവിന്റെ ദൂതനെ കൊണ്ട് വിശ്വസിക്കുക, വതുജാഹിദൂന ഫീ സബീലില്ലാഹ്, ആ 2 വിശ്വാസത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ആത്മസമർപ്പണം ചെയ്യുക. ബിഅംവാലികും വഅൻഫുസികും, നിങ്ങളുടെ ശരീരം കൊണ്ടും നിങ്ങളുടെ സമ്പത്ത് കൊണ്ടും. വാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഖൈറായത് ഇതാണ്. ഹബീബിങ്ങളെ, 5 പോയിന്റ് അതിലുണ്ട്. അതിലൊരൊറ്റ പോയിന്റ് നമ്മളിപ്പോ പറയുന്നുള്ളൂ. മുത്ത് നബിയോട് പ്രണയമുണ്ടായി അബൂദഹദ റളിയല്ലാഹു അൻഹുവിന്. കണ്ട, ദുനിയാവ് കൊടുക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. ആ മുനാഫിക്കായ ആള് പറഞ്ഞത്, എനിക്ക് സ്വർഗം വേണ്ട, സ്വർഗത്തിലെ പന വേണ്ട. അപ്പോൾ നിങ്ങൾ പറ, ഇത്തിബാ ചെയ്തതുകൊണ്ട്, ഒരാളെ പിൻപറ്റി എന്നതുകൊണ്ട് അത് പൂർണ്ണാർത്ഥത്തിൽ പ്രണയമാവുകയില്ല. പ്രണയമുള്ളവന് തിരസ്കരിക്കാൻ തോന്നും. താൻ പ്രണയിക്കുന്ന ആളുടെ ആഗ്രഹം എന്താണോ അതിനുവേണ്ടി തിരസ്കരിക്കും. എന്റെ സുഖം ഞാൻ തിരസ്കരിക്കും.
അതെ, മുത്തുനബിയെ നൂറായി കണ്ട സഹാബത്തിന്റെ മാതൃക അതായിരുന്നു. മുത്തുനബിയെ ഭൗതിക മനുഷ്യനായി കണ്ട നമ്മൾ പലപ്പോഴും ഒരു കാര്യങ്ങളോട് അറിയിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഞാൻ നേരത്തെ 1000 ദിർഹം ചോദിച്ചപ്പോ തരാന്നൊക്കെ പറഞ്ഞ ആൾക്കാരാ. ഞാൻ ഈ സംഭവം പറഞ്ഞപ്പോ പലരും കരഞ്ഞു. ഹബീബിങ്ങളെ, ഇത് ഇസാ ടിവിയും പുറത്തിറക്കുന്ന സമസ്തയുടെ 90 വർഷത്തിന്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട ഈ വർഷത്തെ 2016 ഒരു കലണ്ടറാണ്. ഇതല്ല കലണ്ടർ വേറെ ഉണ്ടല്ലേ, ഇതിന് മോഡലല്ലേ, ഇതാണ് കലണ്ടർ. അപ്പൊ ഇത് കാണാൻ വലിയ ചന്തമൊന്നുമില്ലെങ്കിലും ഇത് നിങ്ങൾ ചന്തത്തിന് വാങ്ങരുത്. ഇത് മുത്തുനബിയുടെ മദ്ഹ പറഞ്ഞൊരു സദസ്സാണ്. ഞങ്ങൾ എവിടെയും പിരിക്കാത്ത ആൾക്കാരെ കൊണ്ട് പറയാം, ഇതിന്റെ ചന്തത്തെക്കാൾ 3 കാര്യം. ഒന്ന് മുത്തുനബിയുടെ മദ്ഹ്, ഒരു ഇസ്ലാമിക പ്രൊപ്പഗേഷൻ നടത്തുന്ന ഇസാ ടിവി, പിന്നെ ഇവിടെ സത്യധാര, അതിന്റെ ഒക്കെ ഒരു പരസ്യമുള്ളതായതുകൊണ്ടും കലണ്ടർ നിങ്ങൾ അവിടെ സൂക്ഷിക്കുന്നത് നല്ലതായതുകൊണ്ടും മുത്തുനബിയുടെ മദ്ഹ പറഞ്ഞൊരു സദസ്സ് എന്ന നിലക്ക് ഞാൻ നിങ്ങളുടെ എല്ലാവരും ഒരു കോപ്പി വന്നു. ഒരു പന ചോദിച്ചിട്ടില്ല. അള്ളാഹു നമുക്ക് ഇതിന്റെ ഹക്ക് കൊണ്ട്, ഞാൻ ഉറപ്പ് പറയാൻ ഞാൻ ആളല്ല, 100 പറഞ്ഞ സദസ്സിൽ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്ക് മുത്തുനബിയെ കാണാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരു 10 ദിർഹമാണ്, അതിൽ കൂടുതലോ അതിൽ കുറയാതെ എല്ലാവരും ഒരു കോപ്പി വാങ്ങുക. മാഷാ അല്ലാഹ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ട്? 10 ദിർഹമോ അതിൽ കൂടുതൽ എത്ര കൊടുത്താലും കുഴപ്പമില്ല, കുറയരുത്. ആ സഹോദരന്മാർ വളരെ സൈലന്റ് ആയി, ആരും ബുദ്ധിമുട്ടിക്കുക, എല്ലാവർക്കും ഓരോ കോപ്പി തരും. അള്ളാഹു എന്നീ അത് കബൂൽ ചെയ്യണേ തമ്പുരാന്. അള്ളാഹു ഓരോന്നിനും ഓരോ സബബ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് വേണം സംഘാടകന് അത് പറഞ്ഞതിന്റെ പേര് 10 ദിർഹം നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് ചെലവഴിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഒരു ഉപകാരം ചിലപ്പോൾ ചെയ്തില്ല എന്നും വരാം. നിങ്ങൾക്ക് ഇതിനേക്കാൾ മനോഹരമായ കലണ്ടറുകൾ ഉണ്ടാകാം. എന്നാലും ഹബീബിന്റെ മദ്ഹ് പറഞ്ഞൊരു സദസ്സ് എന്ന നിലക്ക് ആ ഒരു ഇത് കണ്ടിട്ട് നിങ്ങളെല്ലാവരും വാങ്ങണം. 10 കൊടുക്കേണ്ട, കുറച്ച് കൂട്ടിക്കോട്ടെ. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഹബീബിങ്ങളെ, നമുക്ക് പോകാം. അപ്പോൾ പ്രണയമെന്ന് പറയുന്നത് എല്ലാവർക്കും കൊടുത്തോല്ലോ കേട്ടോ കോപ്പി. ശ്രദ്ധന്ന് പോയില്ലേ? മക്കത്തൂദിച്ച നീലാവേ മദീനത്ത നവായ നൂറേ സല്ലല്ലാഹു മുഹമ്മദ് അമ്പിളി തിങ്കൾ നിലാവോ അമ്പര തിന്നാകെ ഒളിയോ സല്ലല്ലാഹു ഹബീബിന്റെ നൂറ് മനസ്സിലാക്കി സഹാബ. ആമിനയുടെ മകൻ എന്നതിനപ്പുറം റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാ എന്നവരുടെ മകൻ എന്നതിനപ്പുറം റളിയല്ലാഹു അൻഹു അന മിൻ നൂരില്ലാഹ് എന്നവർ മനസ്സിലാക്കി. മുത്തുനബിയെ ഹൃദയത്തിൽ അവർ ഏറ്റി. നമ്മുടെ നബി മദീനത്താണുള്ളത്, അവരുടെ നബി ഹൃദയത്തിലാണ് ഉണ്ടായിരുന്നത്. ഹബീബിങ്ങളെ നോക്കൂ, നമ്മൾ റസൂലുള്ളാഹിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടാൽ, ഈ 100 മനസ്സിലാക്കി ഇഷ്ടപ്പെട്ടാൽ, നമ്മുടെ മനസ്സിൽ, നേരത്തെ ഖലീൽ ഹുദവിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞല്ലോ, മനസ്സിൽ ആ പ്രകാശം വന്നാൽ മുസ്തഫായ നബി നമ്മുടെ ഹൃദയത്തിൽ ഇരുന്ന് ചിരിക്കാൻ തുടങ്ങും. റസൂലും മിൻ അൻഫുസിക്കും. കലണ്ടർ കൊടുക്കുമ്പോൾ ശ്രദ്ധ പോകേണ്ടത് സംശയമുണ്ട്. റസൂലുള്ള ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്കൊരു തെറ്റ് ചെയ്യാൻ പറ്റില്ല. റസൂൽ എപ്പോഴാണ് ഹൃദയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്, അപ്പോഴാണ് നമുക്ക് തെറ്റ് ചെയ്യാൻ പ്രചോദനമുണ്ടാകുന്നത്. ഈ കാലഘട്ടത്തിൽ 1000 പ്രസംഗങ്ങളെക്കാൾ ഒരാൾ ഹുബ്ബുൻ നബവിയുടെ ആളായാൽ അയാൾക്ക് പിന്നെ തെറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ തങ്ങൾ വരുമ്പോ പറഞ്ഞ് അവസാനിപ്പിച്ചത് 2000 പ്രസംഗത്തെക്കാൾ 2 മണിക്കൂർ നേരം അത്തിപ്പറ്റ ഉസ്താദിന്റെ ഹളറത്തിൽ പോയിരിക്കൂ എന്നാണ്. അത് പറഞ്ഞപ്പോഴാണ് തങ്ങൾ വന്നത്. എന്താ കാരണം? മുത്തുനബിയെ ഹൃദയത്തിൽ സ്വീകരിച്ച ആളുകളാണവർ. അത് സഹാബത്ത് മനസ്സിലാക്കിയെന്ന് മാത്രമല്ല, പ്രപഞ്ചത്തിലെ ജീവജാലങ്ങൾ വരെ മനസ്സിലാക്കി. ഒരാളുടെ ആട്ടിൻകൂട്ടത്തിന്റെ പിന്നാലെ ഒരു ചെന്നായ ഓടുകയാണ്. ആട്ടിടയൻ പിന്നാലെ പോയി ചെന്നായയെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഉയരത്തിലെത്തി തിരിഞ്ഞു നിന്നു ചെന്നായ. എന്നിട്ടൊരൊറ്റ ചോദ്യമാണ്,
അള്ളാഹു എനിക്ക് നൽകിയ ഭക്ഷണം തടയാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം? അപ്പോൾ ഈ ആട്ടിടയൻ അത്ഭുതത്തോടെ ചോദിച്ചുപോയി, ചെന്നായ സംസാരിക്കുകയോ? കേൾക്കണമെന്നില്ലല്ലോ അല്ലെ? അതിന്റെ ലഫ്ള് ശരിക്ക് കേട്ടാലേ നമ്മൾ അതിന്റെ റെസ്പോൺസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. നിങ്ങൾക്ക് കേൾക്കണ്ടോ? മൊബൈൽ നേരത്തെ പറഞ്ഞ പ്രശ്നം തന്നെയാണ് ഇതൊക്കെ. ഹബീബേ, ചെന്നായ സംസാരിക്കുകയോ എന്നയാൾ ചോദിച്ചു. അപ്പോൾ ചെന്നായ പറഞ്ഞു, നഅം. എന്താ ചെന്നായ സംസാരിക്കുന്നത് ഇത്ര വലിയ അത്ഭുതമാണ്? അതിനേക്കാൾ വലിയ അത്ഭുതം യസ്രിബിലെ മദീനയിലെ ഈത്തപ്പന തോട്ടങ്ങൾക്ക് നടുവിൽ ഒരാൾ വന്നിട്ടുണ്ട്, അയാളെ പോയി കാണ്. അതാണ് ഇതിലും വലിയ അത്ഭുതം. അദ്ദേഹം ആ ചെന്നായ ആട്ടിൻകുട്ടിയെ പിടിച്ചോട്ടെ എന്ന് കരുതി നേരെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു പറഞ്ഞു, നബിയെ, ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ആദരവായ റസൂലുള്ളാഹി പറഞ്ഞു, നാളെ സുബഹി നമസ്കാരം കഴിഞ്ഞ് നിങ്ങളത് സഹാബത്തിനോട് പറയണേ. അന്നത്തെ രാത്രി കൊഴിഞ്ഞു വീണു. സുബഹി നമസ്കാരം കഴിഞ്ഞു മസ്ജിദുൻ നബവിയിൽ ആ സ്വഹാബി വര്യൻ വിളിച്ചു നിന്ന് എഴുന്നേറ്റ് പറഞ്ഞു, ഒരു ചെന്നായ അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് അത്ഭുതത്തിന്റെ വർത്തമാനം പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി പറയുകയാണ്, സഹാബാ, ഇതിനേക്കാൾ വലിയ അത്ഭുതമുണ്ട്. എന്റെ കാലഘട്ടം കഴിഞ്ഞുപോയി. അവസാന കാലഘട്ടത്തിൽ ചില മഹാന്മാരായ ആളുകൾ ഉണ്ടാകും. അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ തിരിച്ചു വരുമ്പോൾ അവരുടെ വടി, അവരുടെ കട്ടിൽ, അവരുടെ കസേരകൾ, ആ വീട്ടിൽ എന്തു നടന്നു എന്ന് സംസാരിക്കുന്ന കാലം വരും സഹാബാ എന്ന് മുഹമ്മദ് മുസ്തഫ. ഇതിന് വേണമെങ്കിൽ ടെക്നോളജിയുമായി ബന്ധപ്പെടുത്തി ഒരാൾക്ക് വേണമെങ്കിൽ ആധുനികമായി ഇതിനെ വ്യാഖ്യാനിക്കാൻ കഴിയും, അല്ലേ? ഇപ്പൊ ഒരാൾ വീട്ടിൽ നിന്ന് പോയാൽ അതൊക്കെ തിരിച്ചറിയാനുള്ള നിരീക്ഷണ ക്യാമറകൾ ഒക്കെ വീട്ടിൽ വെച്ചാൽ അത് തുറന്നു നോക്കിയ പോരെ, സംഗതി അറിയാലോ. ആണെങ്കിൽ അങ്ങനെ നമുക്ക് വ്യാഖ്യാനം, ഞാൻ അങ്ങനെ വ്യാഖ്യാനിക്കുന്നില്ല, സാധ്യതകളുണ്ട്. പക്ഷെ അതിന് ആത്മീകമായി നമ്മൾ എടുത്താൽ, മുത്തുനബിയെ ഹൃദയത്തിൽ സൂക്ഷിച്ച ഒരാൾക്ക് രഹസ്യങ്ങൾ പോലും സംസാരിക്കാൻ കഴിയും. അയാളോട് ഈ മൈക്കൊക്കെ തന്നെ ഇങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങും. ദാറ്റ്സ് എ പവർ ഓഫ് ലവ്. ഇത് പ്രണയത്തിന്റെ അപാരമായ ശക്തിയാണ്. നമുക്കത് ഉൾക്കൊള്ളാനാവാത്തത് നമ്മൾ റസൂലുള്ളാഹിനെ സ്നേഹിച്ചിട്ടില്ല, സത്യമായിട്ടില്ല. അള്ളാഹു സ്നേഹം പെരുമാറാകട്ടെ. നമ്മളെവിടെ സ്നേഹിച്ചിട്ടുള്ളത്? റബീഉൽ അവ്വലിൽ മാത്രം തോന്നുന്നൊരു സ്നേഹമോ, ഈ ആഘോഷങ്ങളിൽ മാത്രമുള്ള സ്നേഹം? നമ്മൾ തുറന്നു പറയുക, എനിക്കുണ്ടോ, നിങ്ങൾക്കുണ്ടോ? ഉവൈസുൽ ഖർനി, ഞാൻ കഴിഞ്ഞ പോലെ ഇവിടെ പറഞ്ഞു, ഒന്നുകൂടി ആവർത്തിക്കുക. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു സഹാബിയല്ല, പ്രവാചകനല്ല, മുത്തുനബിയെ വല്ലാതെ പ്രണയിച്ചു. ഈ കാലഘട്ടത്തിൽ വേണമെങ്കിൽ അദ്ദേഹത്തെ വിഡ്ഢി എന്ന് വേണമെങ്കിൽ വിളിച്ചൂടെ ആൾക്കാർക്ക്? മുത്തുനബിയെ സ്നേഹിച്ച ആ മഹാൻ മദീനയിൽ മുത്തുനബി ഉള്ളപ്പോൾ യമനിലെ ഖർനിൽ ജീവിച്ചിട്ടുണ്ട്. ഒമാനിൽ പോയവർക്കറിയാം, സലാലയിൽ നിന്ന് അയ്യൂബ് നബി അലൈഹിസ്സലാമയുടെ ഖബർ ഷരീഫ് കാണാൻ പോകുമ്പോൾ ഇടത്തു ഭാഗത്തേക്ക് ഒരു താഴ്വരയിലേക്ക് ഇറങ്ങിയാൽ ഒമാൻ ഔഖാഫ്, അവിടെ ഔദ്യോഗിക ശിലാഫലകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഹാദിഹി ലരിഹ ഉവൈസുൽ ഖർൻ റളിയല്ലാഹു അൻഹു. ഞാൻ അവിടെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു എല്ലാവർക്കും പോകാൻ തൗഫീഖ് നൽകട്ടെ. അതായത് ഈ യമനും ഒമാനും തമ്മിൽ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ്. ഈ സലാലയുടെ ഒട്ടുമുക്ക പ്രദേശങ്ങൾ യമനിന്റെ അധീനത്തിലുള്ള ഒരു കാലമുണ്ടായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ ഖറൻ എന്ന് പറയുന്നത് ഇന്നത്തെ ഒമാനും സലാലയും അത് മൊബൈല.
لا إله إلا الله اللهم رب هذه الدعوة التامة والصلاة القائمة آتهم الوسيلة والفضل والضغط والعافية وهو تغلبنا الشفاعة إنك لا تغلف الميعاد. ബാങ്കിന്റെ ശേഷമുള്ള ഈ ദുആ ചൊല്ലിയാൽ സ്വർഗം കൊണ്ട് ഞാൻ സാക്ഷി നിൽക്കുന്നു എന്ന് ഉക്കമ ഖല റസൂലുള്ളാഹി. ഉഹദ് യുദ്ധവേളയിൽ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപല്ലിൽ ഏതോ ഒരു പല്ല് പൊട്ടി എന്ന വാർത്ത ദിവസങ്ങളേറെ കഴിഞ്ഞ് യമനിലെ ഖറൻ എന്ന ഗ്രാമത്തിൽ കച്ചവട സംഘങ്ങൾ വന്നു പറഞ്ഞപ്പോൾ ഉവൈസുൽ ഖർനി ചോദിച്ചു, ഏതു പല്ലാ പൊട്ടിയത്? ഏതു പല്ലാണ് എന്റെ ഹബീബിന്റെ പൊട്ടിയത്? അവര് പറഞ്ഞു, അറിയില്ല. ഏതു പല്ലാണെന്ന് അറിയില്ല. ഉവൈസുൽ ഖർനി ചെയ്തതെന്താ? മരുഭൂമിയിൽ മലർന്നു കിടന്നു. ഒരു കല്ലെടുത്ത് കയ്യിലെടുത്തൊരൊറ്റ അടിയാണ് മുഖത്തേക്ക്. മുൻഭാഗത്തെ പല്ലുകൾ മോണയടർന്ന് താഴോട്ട് ചാടി കൊഴുകൊഴുത്ത രക്തം പുറത്തേക്ക് തുപ്പി ഉവൈസുൽ ഖർനി റളിയല്ലാഹു തആല അൻഹു. എന്നിട്ടവിടെന്ന് പറഞ്ഞ ന്യായമെന്താ? എന്റെ ഹബീബിന് പല്ലില്ലെങ്കിൽ എന്റെ മുസ്തഫായ നബിയുടെ പല്ല് ഏതാണറിയുമായിരുന്നെങ്കിൽ ആ പല്ല് ഞാനും വെക്കില്ലായിരുന്നു. പക്ഷേ ഏതു പല്ലാണെന്ന് അറിയാത്തതുകൊണ്ട് മുസ്തഫാക്കില്ലാത്ത പല്ല് ഉവൈസിന് വേണ്ടെന്ന് പറഞ്ഞ് മുൻഭാഗത്തെ പല്ല് മുഴുവൻ പൊട്ടിച്ചു കളഞ്ഞു ഉവൈസുൽ ഖർനി. ഇനി നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, നബിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ പിൻപറ്റിയാൽ പോരെ? നബിയുടെ പല്ല് പൊട്ടിന് നമ്മളെന്തിനാ പല്ല് പൊട്ടിക്കണ്? പിൻപറ്റിയ പോരെ? വേറൊരു ഉത്തരം വേണമെങ്കിൽ പറയാം, അയാൾക്ക് ഭ്രാന്താ. അതേ ഭ്രാന്ത് തന്നെയാണ്, പക്ഷെ അത് ഫിസിക്കലി ഭ്രാന്തല്ല, അത് പുണ്യനബിയോടുള്ള പ്രണയത്തിന്റെ ഭ്രാന്താണ്. ആ മനുഷ്യനെ അള്ളാന്റെ റസൂല് വിശേഷിപ്പിച്ചത് എങ്ങനെയാ? അലി, ഉമറേ, എന്റെ കാലഘട്ടത്തിന് ശേഷം നിങ്ങൾ എപ്പോഴെങ്കിലും ഉവൈസിനെ കാണും, അയാളുടെ പെരകിടിയുടെ പിറകിൽ ഒരു രൂപാവട്ടത്തിൽ ഒരു വെളുത്ത അടയാളം കാണും. എപ്പോഴെങ്കിലും ഉവൈസിനെ കണ്ടാൽ നിങ്ങൾ എന്റെ സലാം ഉവൈസിനോട് പറയണേ, സലാമു അലൈക്കുമെന്ന് സലാം പറയണേ. ഹബീബേ, രണ്ടാമത് റസൂലുള്ള പറഞ്ഞതെന്താ? ഉമറേ, അലി, നിങ്ങൾ ഉവൈസിനോട് പറയണേ, മുഹമ്മദിനു വേണ്ടി ദുആ ചെയ്യാൻ, മുഹമ്മദിനു വേണ്ടി ദുആ ചെയ്യാൻ ഉവൈസിനോട് പറയണേ എന്ന് മുഹമ്മദ് മുസ്തഫ. ഹബീബേ, ആരാണ് ദുആരക്കാൻ പറയുന്നത്? ആർക്കു വേണ്ടിയാണ് ദുആ ചെയ്യാൻ പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ ഉവൈസ് എന്ന് പറയുന്ന മനുഷ്യനോട്. സഹാബിയല്ല, പ്രവാചകനല്ല, ഒരു സാധാരണ മനുഷ്യൻ. എന്താണ് അദ്ദേഹത്തിന്റെ ക്വാളിറ്റി? ഒറ്റ ക്വാളിറ്റിയാണ്, അല്ലാഹുവിന്റെ റസൂലിനോട് അതമ്യമായ പ്രണയമായിരുന്നു. മുത്തുനബി ദുആ ചെയ്യിപ്പിക്കാൻ മാത്രം സ്പിരിച്വൽ ക്വാളിറ്റി ഉവൈസുൽ ഖർനിക്കുണ്ടായത് പ്രണയം കൊണ്ടാണ്. ഇനിയും നിങ്ങൾ പറയൂ, സ്നേഹമെന്ന് പറഞ്ഞാൽ പിൻപറ്റൽ മാത്രമാണോ? അത് വൈകാരികമാണ്.
മുത്തുനബിയുടെ പേര് കേൾക്കുമ്പോൾ ധരിച്ചുപോയ ആളുകളില്ലേ? ഇല്ലേ? നമ്മളെപ്പോഴും പറയുന്ന ഒരാളാണ് സർ ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. അദ്ദേഹത്തിന്റെ ആശയത്തോട് നമുക്ക് യോജിക്കാം വിയോജിക്കാം. പക്ഷെ അദ്ദേഹം ഒരിക്കലും മദീനത്ത് പോയിട്ടില്ല. അത് പ്രണയം പലതരത്തിലായിരിക്കും. ചില ആൾക്കാർക്ക് മദീന കണ്ടേ അടങ്ങൂ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ചില ആൾക്കാർ പറഞ്ഞ് എനിക്കങ്ങോട്ട് പോകാൻ പറ്റില്ല, എന്റെ നബി കിടക്കുന്ന മണ്ണിൽ നടക്കാൻ എനിക്ക് കഴിയില്ല. എന്തോ ഇക്ബാൽ പോയിട്ടില്ല. പക്ഷെ ഇക്ബാൽ ഡിസംബറിലെ കുളിരുള്ള രാത്രിയിൽ ഡൽഹിയിലെ ഒരു ഹോട്ടലിന്റെ വരാന്തയിൽ പേപ്പർ വിരിച്ചു കിടന്നു. മരം കോച്ചുന്ന തണുപ്പുള്ള ഡിസംബറിന്റെ കുളിരിൽ അങ്ങനെ കിടന്നു. പുലർന്നപ്പോൾ അവർ ചോദിച്ചു, എന്തേ റൂമിൽ കിടക്കാതെ പുറത്ത് ഈ മരം കോച്ചുന്ന തണുപ്പിൽ മരിച്ചു പോകൂലേ, ഇവിടെ കിടന്നതെന്താ? അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ന്യായമുണ്ട്, നമുക്ക് ഉത്തരം കിട്ടാത്ത, നമുക്കെന്ന് ഞാൻ പറയുന്നത് ഈ സദസ്സിലുള്ളവർക്കെന്നല്ല, പലപ്പോഴും ഇത്തരം സന്ദർഭങ്ങളെ, ഇത്തരം സംഗമങ്ങളെ, ഇത്തരം സായുജ്യ നിമിഷങ്ങളെ ദീനല്ലെന്ന് പറയുന്ന ചിലരുണ്ട്. അവരെയാണ് ഞാൻ കുറ്റപ്പെടുത്താതെ നമ്മളെന്ന് പറയുന്നത്. അവർക്ക് വേണമെങ്കിൽ പറയാം, ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്താ? മുത്തുനബിയെക്കുറിച്ച് ഞാനൊരു കവിത എഴുതിയിട്ടുണ്ട്, ഒരു കവിത എഴുതിയിട്ട് എന്റെ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ആദരവായ റസൂലുള്ളാന്റെ മദ്ഹിരിക്കുമ്പോ ഞാനെങ്ങനെയാണ് കട്ടിലിൽ കിടന്നുറങ്ങുക, അതുകൊണ്ടാണ് പുറത്ത് കിടന്നതെന്ന് സർ ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇക്ബാൽ. ഓരോരുത്തരുടെ മനസ്സിലും മുത്തുനബി തോന്നിപ്പിക്കുന്ന വികാരമാണ്. അള്ളാഹു അത് നമുക്ക് നൽകുമാറാകട്ടെ. അത് നൂറ് ഹൃദയത്തിൽ കയറുമ്പോഴാണ് ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ മുസ്തഫായ നബിയുടെ നൂറുണ്ട്. അതുകൊണ്ടാണ് സഹാബത്ത് അവിടത്തെയുടെ മുഖകമലങ്ങളിലൂടെ വുളുഇന്റെ ശിഷ്ടജലം ഒലിച്ചിറങ്ങുമ്പോൾ യത്തീം ഖാനയിലെ കുട്ടികളെ പോലെ പാത്രം കാണിച്ചു. എന്തിന്? സഹീഹ് മുസ്ലിം ഇങ്ങനെ കാണിച്ചു. എന്തിന്? ആ വെള്ളമെടുത്ത് മുഖത്ത് തടവാൻ. വിഡ്ഢികളാണോ സഹാബത്ത്? പൊട്ടന്മാരാണോ സഹാബത്ത്? അവർക്കറിയാം ഈ മനുഷ്യൻ അൽ ഇൻസാനുൽ കാമില. മുസ്തഫായ നബിയുടെ സാന്നിധ്യം ഇത്തിരി നേരം നഷ്ടപ്പെട്ടപ്പോൾ ഒരു ഈത്തപ്പനയുടെ മടലിലെ കരഞ്ഞത് സഹീഹ് മുസ്ലിം രേഖപ്പെടുത്തുന്നുണ്ട്. 1001 രാവുകളിലെ അറബി കഥയല്ല. ബഷീർ നിങ്ങളോട് പറയുന്നേ, എന്നെങ്കിലും മദീന കാണാൻ പോയാൽ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. പോയവരൊക്കെ ഒന്ന് കൈവന്തിച്ച, ബഹുഭൂരിപക്ഷ ആളുകൾ പോവാത്തവരൊന്ന് വന്ദിച്ച. അള്ളാഹുവെ പോകാൻ തൗഫീക്ക് നൽകണേ റബ്ബെ. ബാബു സലാമിലൂടെ കയറി മുന്നോട്ട് 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 നീങ്ങിയാൽ എന്റെ ഖബറിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗമാണെന്ന് മുസ്തഫ പറഞ്ഞ അതേ പച്ചയും വെള്ളയും കലർന്ന കാർപ്പറ്റിൽ നമ്മുടെ കാൽപാദം മുട്ടിയാൽ അവിടെ ഒരു തൂണുണ്ട് ഹബീബേ, ഉസ്തുവാനത്തു ഹന്നാന. 8 തൂണുകൾ വേറെയുണ്ട്. ഇതിന്റെ മാത്രം കഥ ഞാൻ പറയാം. ഒന്ന് ഉസ്തുവാനത്തു ആയിഷ, ഒന്ന് ഉസ്തുവാനത്തു അലി, ഒന്ന് ഉസ്തുവാനത്തു സരീർ, ഒന്ന് ഉസ്തുവാനത്തുൽ വുഫൂദ്, ഒന്ന് ഉസ്തുവാനത്തു തഹജ്ജുദ്, ഒന്ന് ഉസ്തുവാനത്തു തൗബ, ഒന്ന് ഉസ്തുവാനത്തു ജിബ്രീൽ, ഒന്ന് ഉസ്തുവാനത്തു ഹന്നാന. 8 തൂണുകളുണ്ട്. അതിൽ 2 തൂണുകൾ മുത്തുനബിയുടെ റൗളയുടെ ഉള്ളിലെ ഗ്രില്ലിന്റെ ഉള്ളിൽ പെട്ടു നിൽക്കുകയാണ്. ഉസ്തുവാനത്തു ജിബ്രീൽ. ബാക്കി തൂണുകൾ കാണാം. ആദ്യം നമ്മൾ മിമ്പറിന്റെ സമീപം കാണുന്ന തൂണ് ഇനി എന്നെങ്കിലും പോകുമ്പോൾ മുകളിലേക്ക് നോക്കിയാൽ സൗദി ഗവൺമെന്റ് അവിടെ പച്ച ബാക്ക്ഗ്രൗണ്ടിൽ ഗോൾഡൻ ലിപിയിൽ എഴുതിയിട്ടുണ്ട് ഉസ്തുവാനത്തു ഹന്നാന. അവിടെ നിസ്കരിക്കുമ്പോൾ ഖൽബ് പൊട്ടും. എന്താ കാരണം? എന്താണ് ഈ ഹന്നാന എന്ന് പറഞ്ഞാൽ? ഒട്ടകം ആവലാതി പറയുന്നതിന് ഹന്നാന എന്ന് പറയും. ഭർത്താവിനോട് പരാതി പറയുന്ന പെണ്ണുങ്ങളുടെ ഇനം അത് ഹന്നാനയാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഹന്നാന മന്നാന എന്ന് പറഞ്ഞ് 5 വിഭാഗം പെണ്ണുങ്ങളുണ്ട്. അതിൽ ഹന്നാന ആവലാതി പറയുന്ന പെണ്ണ്. അത് നമുക്ക് നന്നായി മനസ്സിലാവും ഈ പ്രവാസികൾക്ക്. അങ്ങടെ ഇപ്പോഴൊരു ഇമോഷൻ മാറേണ്ടത് ഇതിന് ഞാൻ തമാശയിലേക്ക് പോകുന്നില്ല അല്ലേ? ഫോൺ വിളിച്ച പരാതിയുടെ 5 കളിയാവും.
ഹന്നാന, അങ്ങനത്തെ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കരുതെന്ന്. ഇത് പ്രസംഗിച്ചപ്പോൾ ഒരു രസക്കാരൻ ചോദിച്ചു, അതിന് ഉസ്താദ് ഇതൊക്കെ നോക്കാപ്പ എങ്ങനെ പറ്റണത്, കെട്ടിക്കഴിഞ്ഞിട്ടല്ലേ നമ്മൾ കുടുങ്ങണതെന്ന്. അതിനൊക്കെ ചില മനഃശാസ്ത്രമുണ്ട്, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഹബീബേ, അവിടെ നിൽക്കുമ്പോൾ ഹന്നാന എന്ന തൂണിന്റെ സമീപം നിൽക്കുമ്പോൾ ഓർക്കണം, പ്രവാചക പ്രണയം കൊണ്ട് വിങ്ങിപ്പൊട്ടി പരാതി പറഞ്ഞ അചേതനമായ ഒരു ഈത്തപ്പനയുടെ മടലിന്റെ ശോകമാ ഹന്നാന എന്ന തൂൺ. മുസ്തഫായ നബി മിമ്പറിൽ കയറുമ്പോൾ കുത്തിപ്പിടിച്ച, ചാരി നിന്ന അല്ലെങ്കിൽ ചവിട്ടി നിന്ന ഒരു ഈത്തപ്പനയുടെ മട്ടൽ, അത് പുതിയ മിമ്പറുണ്ടാക്കിയപ്പോൾ പുണ്യനബി അതിനെ മാറ്റിവെച്ചു. പുണ്യനബി മിമ്പറിലാണ്. സഹാബത്ത് കേട്ടു ഒരൊട്ടകം കരയുന്ന കരച്ചൽ, ഗർഭിണിയായ ഒട്ടകം കരയുന്നത് പോലെ. സഹാബത്ത് നോക്കി, മദീനത്തെ പള്ളിയിൽ ഒട്ടകം എങ്ങനെ കയറി, പക്ഷെ കാണുന്നില്ല. ഹബീബ് ഇറങ്ങി മിമ്പറിൽ നിന്ന്, ചാരിവെച്ച ഈത്തപ്പനയുടെ മട്ടൽ ഹബീബിങ്ങളെ മുസ്തഫായ നബി എടുത്തു കയ്യിൽ. അപ്പോൾ സഹാബത്ത് കേൾക്കുകയാണ്, പരാതി പറയുകയാണ്, യാ റസൂലല്ലാഹ്, അങ്ങേക്കെന്നോട് വെറുപ്പാണോ ഹബീബേ? അങ്ങേക്കെന്നോട് ദേഷ്യമാണോ ഹബീബേ? അങ്ങയുടെ പദപങ്കജം പതിഞ്ഞു നിന്നത് എന്റെ മുതുകത്തല്ലേ റസൂലേ, എന്റെ മുതുകല്ലേ ഹബീബേ? അങ്ങയുടെ തിരുശരീരം ചാരി നിന്നത് എന്റെ മുകളിലല്ലേ ഹബീബേ? പുതിയ മിമ്പറുണ്ടാക്കിയപ്പോ എന്നെ ഉപേക്ഷിച്ചോ നബിയേ? മുസ്തഫാന്റെ തിരുസാന്നിധ്യം നഷ്ടമായപ്പോ പരാതി പറയുകയാണ് മടൽ. അള്ളാന്റെ റസൂലിന്റെ നൂറാനിയത്തിന്റെ തിരുകരലിന്റെ മനോഹരമായ തിരുസ്പർശം 3 തവണ തടകി. എന്നിട്ട് പറഞ്ഞു, കരയണ്ട, നാളെ സ്വർഗത്തിൽ എന്റെ കൂടെ നിൽക്കാ. ഞാൻ അല്ലാഹുവിനോട് നിനക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാമെന്ന് തിരുദൂതരേ മുഹമ്മദ് മുസ്തഫ. മക്കത്തു ദിച്ചാനീലാവേ മദീനത്താണവായനൂറേ. ഈത്തപ്പന മടൽ കരച്ചലൊതുക്കി. അള്ളാന്റെ റസൂല് പിന്നീട് പറഞ്ഞിട്ടുണ്ട്, ഞാനതിനെ ആശ്വസിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ഖിയാമത്തോളം വരെ ഈ പള്ളിയിലെത്തുന്നവർക്ക് ആ കരച്ചൽ വളരെ സ്പെസിഫിക്കായി കേൾക്കാമായിരുന്നു. പുണ്യനബി കരച്ചൽ കേൾക്കുമായിരുന്നു, പക്ഷെ നബി ആശ്വസിച്ചു. ആ ഈത്തപ്പൻ അവിടെ കുഴിച്ചിട്ടു, മദീനത്തെ പള്ളിയുടെ മണലിൽ കുഴിച്ചിട്ടു. അന്ന് അവിടെ ഉണ്ടാക്കിയ തൂണാണ് ഈത്തപ്പനയുടെ തൂണ്, ഉസ്തുവാനത്തു ഹന്നാന. പിന്നീട് അവിടെ സൗദി ഗവൺമെന്റ് ആ തൂൺ ആ സ്ഥാനത്ത് തന്നെയാണ്, ഇപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ട് ആ മടൽ. നാളെ സ്വർഗത്തിൽ മുത്തുനബിയുടെ ചാരേ പനയായി നിൽക്കാനുള്ള കൊതിവുണ്ട്. ഇപ്പോഴും മദീനത്തെ പള്ളിയിൽ ഇരിക്കുന്നുണ്ട് ഈ തപ്പനയുടെ മടൽ. കാരണം അതിനറിയാം, വാക്ക് തന്നത് ആമിനാന്റെ മകനല്ല, പിന്നെയോ നൂറുല്ലാഹി മുഹമ്മദ് മുസ്തഫ. യോഗത്തിന്റെ 14 നൂറ്റാണ്ട് കഴിഞ്ഞ് മുസ്തഫായ നബി കൂടെയില്ലാതെയപ്പോ ബഷീറിനെവിടെ സങ്കടം? നിങ്ങളിൽ ചിലർക്കെവിടെ സങ്കടം? പ്രിയപ്പെട്ടവരെ, എത്രയോ മൈലുകൾക്കപ്പുറമല്ലേ പുണ്യനബി. മഹാനായ നമ്മുടെ സുലൂക്കിന്റെ രാജകുമാരൻ അഹമ്മദുൽ കബീർ റിഫായി ബാഗ്ദാദിലെ വീടിന്റെ മുറ്റത്ത് എല്ലാ പ്രഭാതങ്ങളിലും മണ്ണുവാരിയെടുക്കും. ഈ പ്രണയം ഒരു ഭ്രാന്താണ് ഹബീബെ. ചിലർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അതിൽക്ക് ഇറങ്ങുമ്പോഴാണ് നമ്മൾ അങ്ങനെ ഒരു ലോകമുണ്ട്, ഒരു ഭ്രാന്ത്. മണ്ണുവാരിയെടുത്ത് ചുംബിക്കും. ആളുകൾ ചോദിക്കും, മുഹമ്മദുൽ കബീറേ എന്താണ് ഈ ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹം പറയും,
ജദ്ദീ, ഞാൻ എന്റെ വല്യപ്പാപ്പാന്റെ റൗളയിലെ മണ്ണ് ചുംബിക്കുകയാണ്. അപ്പോഴവർ ചോദിക്കും, അഹ്മദുൽ കബീറെ, ഇത് ബഗ്ദാദല്ലേ, ഇത് ഇറാഖല്ലേ, സൗദി അറേബ്യയിലെ മദീനയിലല്ലേ നിങ്ങളുടെ വല്യപ്പാപ്പ കിടന്നുറങ്ങുന്നത്? ഇതെന്താ ഇവിടെ? അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്, ആശിക്കിങ്ങളുടെ കോൺസെപ്റ്റാ, പ്രവാചക പ്രണയിനികളുടെ ഒരു വിചാരമാണ്. ഞാൻ ഈ മണ്ണ് ചുംബിക്കുമ്പോൾ ഇതിന്റെ തൊട്ടയടുത്തൊരു മണ്ണില്ലേ ഉണ്ട്, അതിനോട് മുട്ടിയല്ലേ കിടക്കുന്നത്? അതെ. ആ മണ്ണിനോട് മുട്ടിയ ഇപ്പുറത്തെ മണ്ണില്ലേ, അതിനോട് മുട്ടിയ ഇപ്പുറത്തെ മണ്ണില്ലേ, അതിനോട് മുട്ടിയ ഇപ്പുറത്തെ മണ്ണില്ലേ, അങ്ങനെ മുട്ടി 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 ബഗ്ദാദും ഇറാഖും കടന്നുപോയി, സൗദി അറേബ്യയുടെ മരുഭൂമിയും കടന്നുപോയി, മദീന റൗള ഷരീഫിൽ എന്റെ വല്യപ്പാപ്പാന്റെ മണ്ണില്ലേ, അതിനോട് ചേർന്ന് കിടക്കുന്നൊരു മണ്ണില്ലേ. അപ്പോൾ മുട്ടി മുട്ടി നിൽക്കുന്ന മണ്ണാ ഞാനെടുത്ത് ചുംബിക്കുന്നതെന്ന് അഹമ്മദുൽ കബീർ റിഫാഈ. പ്രണയമാണത്, സ്നേഹമാണത്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനത്തിന് പുറത്തുപോയില്ല. കാരണം പറഞ്ഞത്, ഞാനെന്തെങ്കിലും പുറത്തുപോയാൽ മരിച്ചു പോകുമോ മദീനയുടെ പുറത്ത്? മദീനത്ത് മരിച്ചാലോ, ബഖയിൽ മറവ് ചെയ്താൽ വജബത്ത് ശഫാഅത്തി, എന്റെ ശഫാഅത്ത് അവന് നിർബന്ധമാണെന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ മദീനത്ത് മരിപ്പിക്കുമാറാകട്ടെ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മക്കത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നു. അപ്പോൾ അത് പറഞ്ഞാൽ ഇപ്പോ ശരിയാവില്ല, ഒന്നാമത്തെ നീണ്ടുപോകും, ബുദ്ധിമുട്ടുണ്ട്. ഹബീബിങ്ങളെ, നമുക്ക് തിരിച്ചു പോകാം. ഇങ്ങനെയാണ് മുത്തുനബിയുടെ നൂറ് ഹൃദയത്തിൽ കയറിയവർ വൈകാരികമായ പ്രണയത്തിന്റെ കഥകൾ തീർത്തത്. മുത്തുനബി മദീനത്തെ പള്ളിയിൽ ഇരിക്കവേ ഒരാദിവാസി വന്ന് റസൂലുള്ളാഹിനെ ആക്ഷേപിച്ചു, ഭയങ്കരമായി ഫയർ ചെയ്തു, പാപ്പാക്ക് വിളിച്ചു. ഉമറുൽ ഫാറൂഖ് ചാടി എഴുന്നേറ്റു, ഊരിപ്പിടിച്ച വാളുമായി. മുത്തുനബി പറഞ്ഞു, അടങ്ങുക ഉമറേ, അടങ്ങ്. ഉമറുൽ ഫാറൂഖ് ദേഷ്യം കൊണ്ട് വറുക്കുക. ഇത് കൈവെട്ടുന്ന ആൾക്കാരൊക്കെ ആലോചിക്കേണ്ട ഒരു കാര്യട്ടാ. അപ്പോൾ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്കിറങ്ങി അൺകൾച്ചറായ ആദിവാസികളുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഇങ്ങനെ തട്ടി, ഇങ്ങനെ തോളിൽ ഷോൾഡറിലും തട്ടിയിട്ട് പറഞ്ഞു, ഒരു സദസ്സിന്റെ മാനേഴ്സ് കീപ്പ് ചെയ്തില്ലല്ലോ നിങ്ങളോടല്ല, റസൂലുള്ള ചോദിച്ചാണ്, നിങ്ങളൊരു സദസ്സിന്റെ മര്യാദ പാലിച്ചില്ലല്ലോ. ഇങ്ങനെയൊക്കെ വന്ന് ചീത്തവർ പറയാൻ പാടുമോ? അപ്പൊ അയാളുടെ ദേഷ്യം കുറച്ചു കുറഞ്ഞു. ഒരു ഭാരതീയമായ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉഷ്ണേന ശാന്തി എന്നാണ്. മനസ്സിലായില്ല? എന്താണ്, ഇങ്ങോട്ട് ദേഷ്യപ്പെട്ടവരോട് അങ്ങോട്ട് ദേഷ്യപ്പെട്ടാൽ മതി. അങ്ങനെയൊന്നല്ലട്ടോ, വെറുതെ പറയാൻ. ഭാര്യ നമ്മളോട് ഇങ്ങനെ കത്തി നിൽക്കുമ്പോ അങ്ങോട്ട് ദേഷ്യപ്പെടില്ല, ഉണ്ട് മിണ്ടാതെ നിന്നാ മതി. കുറച്ചൊക്കെ ഫയർ ചെയ്താൽ പിന്നെ നിർത്തിക്കോളും. രാത്രി കിടക്കുമ്പോ ഭാര്യക്ക് ഉറക്കം വരില്ല. കാരണം ആ മാണിക്കക്കല്ലിൽ ഞാൻ ഈ ജാതി പറച്ചലൊക്കെ പറഞ്ഞിട്ടും. അതാണ്, അതേത് ശത്രുവിനോടാണ് എങ്കിലും ശരി, ഇങ്ങോട്ട് ദേഷ്യപ്പെട്ട മിണ്ടാതെ നിന്ന് കൊടുക്കുക. സത്യമായിട്ട് നമുക്ക് ചിലപ്പോൾ തോന്നും ഷണ്ടത്തമാണ്, നമ്മൾ ഭയങ്കര സംഘടന ആൾക്കാരല്ലേ, എന്താ നമുക്ക് വിട്ടുകൊടുക്കണം എന്തിന്? അങ്ങനെയൊന്നുമല്ല. അങ്ങനെയാണ് റസൂലുള്ളാഹി വിട്ടുകൊടുക്കാൻ പാടില്ല. എന്നിട്ട് സംഭവം എന്താണെന്നറിയോ? വിഷയം 100 നിലടയിൽ ഒന്ന് പറയട്ടെ. നമുക്ക് ദേഷ്യം വന്നാൽ ഒരു എൻസൈം നമ്മൾ പുറത്തേക്ക് പ്രകടിപ്പിക്കും. നമ്മുടെ ഗ്രന്ഥികളിൽ നിന്ന് ഒരു എൻസൈം പുറത്തേക്ക് വരും. എനിക്കുണ്ടത്, നിങ്ങൾക്കുണ്ട്. ഒരു ലിക്വിഡ്, എണ്ണ പോലത്തെ ഒരു ലിക്വിഡ് പുറത്തേക്ക് വരും. ഇത് ബ്ലഡിലേക്ക് കലരും. ഇത് ബ്ലഡിൽ കലർന്ന ഉടൻ ബ്ലഡ് ഹീറ്റാകും, ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കും. അതാണ് ചില ആൾക്കാർ തന്താരൊക്കെ ഉണ്ടല്ലോ പള്ളി കമ്മിറ്റി മീറ്റിംഗിൽ നിന്ന് വിറക്കണത്. അതാണ് ബ്ലഡ് ഹീറ്റായിട്ടാണ്. അതാണ് റസൂലുള്ളാഹി പറഞ്ഞ, ദേഷ്യം വന്നാൽ എന്ത് ചെയ്യണം? ഒന്നുകൊടുക്കണമെന്ന്, തണുപ്പിക്കണമെന്ന്. അതിനിവിടെ പെണ്ണുങ്ങളില്ലാത്തവരുണ്ട്, പറഞ്ഞു കൊടുക്കുന്നില്ലേ? നമുക്ക് 4-5 ആൾക്കാരുണ്ട്. ഭർത്താവ് ദേഷ്യപ്പെട്ട ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് തലയില വയ്ക്കും. എന്നിട്ടും ദേഷ്യം തീരിലേക്ക് കണച്ചിലേക്ക് പിടിച്ച് ഉന്തിയാൽ മതി. ഔ കമാ ഖാല റസൂലുള്ളാഹി. തമാശോറല്ലാന്ന് ഭയങ്കര ദേഷ്യം തണുപ്പിക്കുക. ഇത് ബ്ലഡ് സർക്കുലേഷൻ കൂടുക. രാത്രി നമുക്ക് ഒരാളോട് നമുക്ക് ദേഷ്യപ്പെട്ടു, അന്ന് രാത്രി നമുക്ക് ഉറക്കം വരില്ല. അങ്ങനെയൊന്നും പറയേണ്ടതില്ലല്ലേ, അങ്ങനെയൊക്കെ പറയാമോ എന്ന് നമ്മൾ ചിന്തിക്കും.
ആ ആൾക്ക് ഉറക്കം വരില്ല. എന്നാൽ നമ്മളൊന്നും പറഞ്ഞില്ലെങ്കിൽ നമുക്ക് സുഖമായി ഉറങ്ങാൻ പറ്റും. മുസ്തഫായ നബി അയാളുടെ അരികിൽ ചെന്നിട്ട് പറഞ്ഞു, സഹോദരാ, ഒരു സദസ്സിന്റെ മര്യാദ പാലിച്ചില്ലല്ലോ നിങ്ങൾ. കുറച്ച് ദേശം അയാളുടെ കുറഞ്ഞു, കാഫറട്ടയാൾ. പിന്നെ അയാളുടെ കയ്യിൽ ഒരു ഉടുമ്പിരിക്കുന്നുണ്ട്. ആ ഉടുമ്പിന്റെ കണ്ണിലേക്ക് മുസ്തഫായ നബി തന്റെ നൂറാനിയത്തിന്റെ തിരുനോട്ടം. ഞാൻ ആദ്യമേ ഇന്ന് രാവിലെ പറഞ്ഞു, ഈ പ്രപഞ്ചത്തിന്റെ തനുവിലും കനവിലും കനിവിലും മുഹമ്മദ് മുസ്തഫയുണ്ട്. നരേന്ദ്രമോദിയുടെ കൽബിലും മുഹമ്മദ് മുസ്തഫയുണ്ട്. ഉച്ചക്ക് മുമ്പ് കേൾക്കാത്തവരിപ്പം ഞെട്ടു. നരേന്ദ്രമോദിയുടെ മനസ്സില്ല. രാവിലെ കേട്ടവർക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ഇനി അവർ വന്ന് ചോദിക്കും, അതൊക്കെ നേരത്തെ വരണം ഹബീബേ. അപ്പൊ ഇതിന്റെ കണ്ണിലേക്ക് നോക്കി. ആരുടെ കണ്ണിലേക്ക്? ഉടുമ്പിന്റെ കണ്ണിലേക്ക്. ആരാണ് ഹബീബെ? മുഹമ്മദ് മുസ്തഫ. നമ്മൾ ഈ ഭൗതികനായ ഒരു നബിയെ മാത്രം അറിഞ്ഞിട്ടാ. ഉടുമ്പിന്റെ കണ്ണിൽ നോക്കി മുത്തു നബി ചോദിച്ചു, മൻ അന യാ ലിബ്ബു, ഞാൻ ആരാണ് ഉടുമ്പേ? അപ്പൊ നമുക്കിങ്ങനെ സങ്കല്പിക്കാം, ആദിവാസി അല്പം ഞെട്ടിണ്ടാവും. ഉടുമ്പിനോടാ ചോദ്യം. فأجابه بلسان عربي مبين. പസിഫിക്കായ അറബി ലാംഗ്വേജിൽ, വ്യക്തമായ അറബി ഭാഷയിൽ ഉടുമ്പ് മറുപടി പറയുകയാ, ലബ്ബൈക വസഅദൈക യാ മൻ വാഫൽ ഖിയാമ അൻത റസൂലുള്ളാഹ് ഖദ് അഫ്ലഹ മൻ صدقك يا رسول الله وقد خاب من كذبك يا حبيب الله. അങ്ങക്ക് സ്വാഗതം നബിയേ, വെൽക്കം നബിയേ, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണ്. ഉടുമ്പ് പോലും പറഞ്ഞത് അങ്ങനെയാ, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാ. ഖദ് അഫ്ലഹ, വിജയിച്ചു നബിയെ, മൻ ഒരുത്തൻ, സ്വദഖക, ആ സത്യത്തെ അംഗീകരിച്ചവൻ, അങ്ങ് റസൂലാണെന്ന് അംഗീകരിച്ചവൻ വിജയിച്ചു. കട അതുകൊണ്ടാണ് ഫിലിക്കേറ്റി പരാജയപ്പെട്ടു എന്ന് ഞാൻ പറയാൻ കാരണം, മുത്തുനബിയുടെ മദ്ഹ് എഴുതിയ നല്ല മനുഷ്യനാണ്. ഒരു പബ്ലിക് വേദിയിൽ മതസൗഹാർദ്ദം പറയുമ്പോൾ ഞാനും അയാളെ ഉദ്ധരിക്കും. പക്ഷേ ഫഖദ് ഖാബ, അയാൾ പരാജയപ്പെട്ടത് എവിടെയാണ്? കല്ലബക യാ റസൂലല്ലാഹ്, അങ്ങ് റസൂലാണെന്ന് അയാൾ കളവാക്കി. ആരൊക്കെ റസൂലുള്ളാഹിനെ കളവാക്കിയോ, ആരൊക്കെ റസൂലുള്ളാഹിന്റെ എന്ത് കാര്യത്തിൽ കളവ് പരത്തിയോ, വഖദ് ഖാബ, പരാജയപ്പെട്ടു നബിയേ. ഉടുമ്പ് മറുപടി പറഞ്ഞു. അപ്പോഴീ ആദിവാസി ഉടുമ്പിനെടുത്തൊരൊറ്റ ഏറ നിലത്തേക്ക്. കാരണം ലോക ചരിത്രത്തിൽ ഉടുമ്പ് സംസാരിക്കുകയല്ലേ. മുസ്തഫായ നബിയുടെ കയ്യങ്ങ് കൂട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉടുമ്പിനറിയാം നൂറാണ് മുഹമ്മദ് മുസ്തഫ. അതറിഞ്ഞതിന്റെ പേരിലാണ് ഗാർ സൗറിന്റെ ഗുഹയുടെ ഗഹ്വരങ്ങളിൽ കാലങ്ങളോളം തിരുമുസ്തഫാന് പാമ്പ് കാത്തിരുന്നത്. അതുകൊണ്ടാണ് പുണ്യനബിയുടെ വിരലുകൾക്കിടയിലൂടെ അനസ്യൂതമായ പ്രവാഹമായി വനബഅമിൻബൈനി അസാബിഹിൽ മാ, വെള്ളം ഒലിച്ചിറങ്ങിയത്. അതുകൊണ്ടാണ് ആരംഭ പൂമാന്റെ അങ്കുലി എന്ന് ആകാശത്തേക്ക് വട്ടം കറങ്ങിയപ്പോ അസ്തമിച്ചുപോയ സൂര്യൻ നാണം കുണുങ്ങി മടങ്ങി വന്നത്. അതുകൊണ്ടാണ് പ്രവാചകന്റെ വിരലൊന്ന് ആംഗ്യം കാണിച്ചപ്പോ ചന്ദ്രൻ രണ്ടു പിളർപ്പായി മാറി നിന്നത്. അതുകൊണ്ടാണ് മുസ്തഫാന്റെ മുമ്പിൽ വന്ന് പട്ടിണിക്കിട്ട ഉടമസ്ഥനെതിരെ ഒട്ടകം പൊട്ടിക്കരഞ്ഞ് പരാതി പറഞ്ഞത്. അതുകൊണ്ടാണ് തിരുമുസ്തഫാന്റെ കാൽപാദങ്ങളിൽ തന്റെ മുഖമുരുമ്മിയിട്ട് മാൻപേട സാക്ഷി നിൽക്കാൻ വേണ്ടി പറഞ്ഞത്. അതുകൊണ്ടാണ് പ്രവാചകൻ വാരിയെടുത്ത ചരൽക്കല്ലുകൾ ആ കയ്യിലിരുന്ന് തസ്ബീഹ് ചൊല്ലിയത്.
അതുകൊണ്ടാണ് പ്രവാചകന്റെ ശരീരം നഷ്ടപ്പെട്ടപ്പോൾ, സാന്നിധ്യം നഷ്ടപ്പെട്ടപ്പോൾ ഈ തപ്പനയുടെ മട്ടിൽ വിരഹനൊമ്പരത്താൽ പൊട്ടിക്കരഞ്ഞത്. കാരണം അവർക്കൊക്കെ അറിയാം തങ്ങളിൽ ഉള്ള നബിയാണിത്, തങ്ങളുടെ ശരീരത്തിന്റെ ചേതന ഈ മുഹമ്മദാ. ചെറുപ്പക്കാരെ, അബുദാബി എന്ന് പറയുന്ന മനോഹരമായ പട്ടണത്തിൽ ജീവിക്കുന്ന സഹോദരങ്ങളെ, മുത്തും മത്സ്യവും വാരിയെടുക്കുന്ന ഒരു ജനതയെ, മുത്തുവാരിയെടുത്ത് വിറ്റ് കാശാക്കി ലക്ഷ്യബോധമില്ലാതെ ജീവിച്ച ഒരു ജനതയെ, മത്സ്യം പിടിച്ച് നടന്ന ഒരു ജനതയെ സ്വപ്നം നെയ്യാൻ പഠിപ്പിച്ചിട്ട് അതേ ആത്മവിശ്വാസത്തിന്റെ ആകാശത്തേക്ക് കൈപിടിച്ചു കൊണ്ടുപോയ സുൽത്താൻ അൽ നഹിയാൻ, ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ എന്ന് പറയുന്ന ഭാവനാസമ്പന്നനായ ഭരണാധികാരിയുടെ ജീവിതം ഇവിടെ വിയർപ്പൊഴുക്കിയപ്പോൾ മനോഹരമായ നഗരമായി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ അബുദാബി വളർന്നില്ലേ? അത്തരമൊരു മെട്രോപൊളിറ്റൻ സിറ്റി ജീവിക്കുന്ന ഹബീബ് മുസ്തഫായ നബി നെഞ്ചിലില്ലെങ്കിൽ റോട്ടിലിറങ്ങിയാൽ പ്രശ്നം തന്നെ. കോർണിസിലൊന്ന് പോയി മടങ്ങിയാൽ പോയി മോനെ, പോയി മോനെ. മുസ്തഫായ നബി നെഞ്ചിലില്ലെങ്കിൽ പോയി ഹബീബേ. സൗന്ദര്യമാണ് മറ്റൊന്നിനെ പ്രണയിക്കാൻ ബഷീറിനെ പ്രേരിപ്പിക്കുന്നതെങ്കിൽ നമ്മൾ കഴിഞ്ഞ സദസ്സിൽ പറഞ്ഞു, പൊന്നു ഹബീബിങ്ങളെ, അല്ലാ സൗന്ദര്യം പടച്ചു രണ്ടാക്കി, പിന്നെ അതിനെ ഒരു കഷ്ണം പിന്നെയും രണ്ടാക്കി. ഇപ്പൊ എത്രണ്ണായി? ഇത് പറഞ്ഞപ്പോഴാ തങ്ങൾ വന്നു. എത്രയായി? ഇത് നെല്ലിടക്കാർ 5 എന്ന് പറഞ്ഞു, 3 കഷ്ണമായി. ഈ കഷ്ണം ഇവിടെ ഇരിക്കട്ടെ, ഇതിലൊരു കഷ്ണം എടുത്തിട്ട് മഹാനായ കഥ പറഞ്ഞോടുന്ന നൈൽ നദിയുടെ തീരത്തെ സ്നേഹ സൗന്ദര്യ സായുജ്യ സാരഥ്യമേ സയ്യിദുന യൂസുഫ് നബി അലൈഹിസ്സലാം കൊടുത്തു. നിർത്തണം. അപ്പൊ ഓരോ സമയത്ത് പറഞ്ഞ് പിന്നെയും പറയാൻ പറഞ്ഞിടങ്ങറ ഹബീബീങ്ങളെ. അപ്പൊ യൂസുഫ് നബി കൊടുത്തുട്ടോ. ഇത് മൊത്തം ആർക്ക് കൊടുത്തു? അള്ളാഹു സ്വർഗത്ത് കാണാൻ തൗഫീഖ് നൽകട്ടെ. ഇതാ ഒരു പകുതിയുടെ പകുതി. ഇത് ആദം നബി അലൈഹിസ്സലാം മുതൽ കടന്നുപോയ ജനപദങ്ങൾക്ക് മുഴുവൻ ഇതിൽ നിന്നാണ് സൗന്ദര്യം. വർത്തമാനകാലത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ബഷീർ ഫൈസിയുടെ സൗന്ദര്യമൊക്കെ ഇതിലാണ്. എന്താ ചിരിക്കണത്? നിങ്ങളുടെയൊക്കെ സൗന്ദര്യം ഇതിലാണ്. വളരെ ഭംഗിയുണ്ട് നമ്മുടെ ഖലീൽ ഖുദവിയെ കാണാൻ. തമാശ പറഞ്ഞാൽ കേട്ടോ, ചില കാര്യത്തിലൊക്കെ നമുക്ക് അസൂയപ്പെടല്ലോ. നല്ല ബ്യൂട്ടിഫുൾ ആണ്. അള്ളാഹു ശബ്ദവും പ്രസംഗമൊക്കെ അതേപോലെ തന്നെ ആക്കി കൊടുക്കട്ടെ. ഇതിലിരിക്കുന്ന നിങ്ങളുടെ മുഖത്തൊക്കെ നല്ല ചന്തമുണ്ട്. അല്ലെങ്കിൽ ഈ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ആപേക്ഷികമാണ്. മനസ്സിലായോ? എനിക്ക് സൗന്ദര്യം തോന്നുന്ന ഒന്നിൽ വേറൊരാൾക്ക് തോന്നണമെന്നില്ല. അങ്ങനെ അത് ആപേക്ഷികമാണ്. ഒരാളിലേക്ക് നോക്കിയിട്ടാണ് അത് വിലയിരുത്തുക. അല്ലാതെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയാണെന്നൊക്കെ തെറ്റിദ്ധാരണയാണ്. അതൊക്കെ പെയിന്റ് അടിക്കൽ മാറ്റിയാൽ പോയി കാര്യം. ഹബീബേ, ഇത് ലോകത്ത് ഇനി പിറക്കാനിരിക്കുന്ന സകല മനുഷ്യർക്കും ഇതിൽ നിന്ന് കൊടുത്തു. ഇതിൽ അള്ളാൻ റസൂൽ പെട്ടിട്ടില്ല കേട്ടോ, യൂസുഫ് നബിയും പെട്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ പറയും, യൂസുഫ് നബിക്ക് ലോകത്തെ മൊത്തം എന്തുണ്ട്? മനസ്സിലാകുന്നുണ്ടോ? ഈ ലോകത്തെ മൊത്തം സൗന്ദര്യം ആർക്കുണ്ട്? യൂസുഫ് നബി ഇവിടെ ഇരിക്കട്ടെ. ഇതിലാണ് നിങ്ങളുടെ പൃഥ്വിരാജോ, കാഞ്ചനയെ സ്നേഹിച്ച മൊയ്തീനും, നിവിൻ പോളിയും. ഈ മഹാന്മാരുടെ പേര് ഞാൻ പ്രത്യേകം പറയാം. ഞാൻ അങ്ങനെ സദസ്സിൽ അവരൊന്നും പേര് പറഞ്ഞിട്ട് ബർക്കത്ത് കളയല്ല. പറയാൻ കാരണം, നേരത്തെ ഖലീൽ ഖുദവി പറഞ്ഞില്ല, അത് ആരോ പ്രസംഗം പറഞ്ഞു. ഈ നിവിൻ പോളിയുടെ പ്രേമം എന്ന സിനിമ ഇറങ്ങിയപ്പോൾ, നിങ്ങൾ തന്നെയാണ് പറഞ്ഞല്ലേ, നമ്മുടെ ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് നമ്മുടെ ചാവക്കാടൊക്കെ, നമ്മുടെ ചാവക്കാട്ടിലൂടെ ഉണ്ട്, പറയാൻ പറ്റുമെന്ന് അറിയില്ല, കംപ്ലീറ്റ് താടി വെച്ചു. ട്രെൻഡ്. നിവിൻ പോളി കഴിഞ്ഞ പെരുന്നാളിന് ബ്ലാക്ക് ഷർട്ടാണ് എല്ലാവരും അണിഞ്ഞത്. കറുപ്പ് എന്ന വസ്ത്രത്തോട് നമുക്ക് നയപരമായ എതിർപ്പൊന്നുമില്ല. ഉണ്ടാ? കറുപ്പിനോട് എതിർപ്പുണ്ടോ? ഒന്നുമില്ല. നമ്മുടെ ഹാഫിൽ ഉസ്താദ് കിട്ടുന്ന കറുപ്പ അല്ലേ? ആ കറുപ്പിനോട് എതിർപ്പൊന്നുമില്ല. പക്ഷെ അതാരെ പിൻപറ്റിയാണ് അണിയുന്നത് എന്നുള്ളതാണ്. നിവിൻ പോളി പ്രേമം സിനിമയിൽ കറുപ്പ് ഷർട്ട് അത്ര അണിഞ്ഞത് നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ആണോ? ഓ മാഷാ അല്ലാഹ്, ആർക്കും അറിയില്ല. അള്ളാഹുവെ, അബുദാബിയിലെ നമ്മുടെ ചെറുപ്പക്കാരെ അനുഗ്രഹിക്കണേ റബ്ബേ. കാരണം ആരും പ്രേമം എന്നുള്ള സിനിമ കണ്ടിട്ടില്ലല്ലോ.
ഭയങ്കര സെറ്റപ്പായി. അള്ളാഹു നിലനിർത്തി തരട്ടെ. ഒറ്റക്ക് പോയിരുന്ന് ചിരിച്ചോളിട്ട് എന്നെ പറ്റിച്ച് ഓർത്തിട്ട്. ഹബീബിങ്ങളെ കറുപ്പ് ഷർട്ടണിഞ്ഞു. നേരത്തെ ഹുദവി പറഞ്ഞതുപോലെ താടി വെക്കാൻ തുടങ്ങി. എന്താണ്? ഇറ്റ്സ് എ ട്രെൻഡ്. അത് ട്രെൻഡാണ്. അപ്പോൾ ആരെയാണ് പിൻപറ്റിയത്? നിവിൻ പോളിയെ. പ്രേമത്തിലെ നായകൻ നിവിൻ പോളിയെയാണ് പ്രണയിച്ചത്. കാഞ്ചനയെ സ്നേഹിച്ച മൊയ്തീനോടും സ്നേഹം തോന്നിയില്ലേ ആളുകൾക്ക്? എന്നാൽ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമക്ക് ലോകത്തിന്റെ സൗന്ദര്യം മൊത്തം കൊടുത്തു പടച്ച തമ്പുരാൻ. എന്നിട്ട് ആയിഷ ബീവി പറയുകയാണ്, ഇതിവിടെയുണ്ട്. ആയിഷ ബീവി പറയുകയാണ്, എന്റെ മാണിക്കക്കല്ലിന് മിസ്റിലെ പെണ്ണുങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ അവര് വിരലെല്ലാം മുറിക്കുക, കത്തി കൊണ്ട് ഹൃദയത്തിൽ കുത്തി മരിക്കുമായിരുന്നു എന്ന് സയ്യിദാ ആയിഷ റളിയല്ലാഹു അൻഹാ. എന്താണ് അങ്ങനെ പറയാൻ കാരണം? മിസ്റിലെ പെണ്ണുങ്ങൾ, ചരിത്രം പറയാൻ സമയമല്ല, നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുക. മിസ്റിലെ പെണ്ണുങ്ങൾ അവിടുത്തെ രാജ്ഞിയായ അസീസ് രാജന്റെ പത്നി സുലേഖയെ വല്ലാതെ കളിയാക്കാൻ തുടങ്ങി. നാട്ടിലെ പെണ്ണുങ്ങളുടെ ഒരു സ്വഭാവം അതാണല്ലേ, എന്തെങ്കിലും ഒരു ദീപത്ത് കിട്ടിയാൽ പിന്നെ എങ്ങനെ ഇപ്പൊ വാട്സപ്പുള്ള കാരണം അങ്ങോട്ട് വിട്ടാൽ മതി. സുലൈഖ ബീവി യൂസുഫ് നബി അലൈഹി സ്വലാമയെ പ്രണയിച്ചു എന്നാണ്. സത്യത്തിൽ അങ്ങനെയൊക്കെയാണ്. അടിയോടി ഒപ്പം കൂടി കുപ്പായം കീറി ഓട്ട മത്സരമൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് പുറത്തറിഞ്ഞപ്പോൾ രാജ്ഞിക്ക് അത് വലിയ മോശത്തരായി. ഞങ്ങളുടെ പ്രജകളല്ലേ കളിയാക്കണം. അപ്പൊ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ബുദ്ധിയാട്ടോ. അവരെ വിളിച്ചു, ഒരു കല്യാണത്തിന് വിളിച്ച മാതിരി സദ്യ കൊടുക്കാൻ വിളിച്ചു. ഇതിൽ പ്രായമുള്ളവർക്കൊക്കെ ഈ ചരിത്രം അറിയാം, ചെറുപ്പക്കാർക്ക് ചിലപ്പോൾ കാഞ്ചനയിലല്ലേ അറിയുള്ളൂ. അപ്പൊ വരിക്ക് ദർബാറിലിരുത്തി, എന്നിട്ടൊരു ആപ്പിൾ കൈ കൊടുത്തു. ചരിത്രത്തിൽ ആപ്പിളൊന്നും പല പഴമൊന്നും പറയുന്നുണ്ട്, നമ്മൾ ആപ്പിളായി സങ്കല്പിച്ച മതി, മുറിക്കാൻ എളുപ്പമായതുകൊണ്ട് ആപ്പിൾ കൈ കൊടുത്തു. എന്നിട്ട് കത്തി കൊടുത്തിട്ട് പറഞ്ഞു, ഇപ്പൊ നിങ്ങളത് കഴിക്കണ്ട, ഞാൻ പിറകുന്ന് കൈയടിക്കും, അപ്പൊ നിങ്ങൾ കഴിച്ചാൽ മതി. അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാമയുടെ അരികിൽ പോയി പറഞ്ഞു, ഒന്ന് കുട്ടിയാട്ട് യൂസുഫേ പ്രാണനാഥ, എത്ര കാമിച്ചു നിന്നെ ഞാൻ, പക്ഷേ നീ എനിക്ക് വിട്ടുവീഴ്ച നൽകുന്നില്ല. ഇന്നെന്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, നീ ഒന്ന് നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞ് വാതിൽ ഞാൻ തുറക്കുമ്പോൾ ഒന്ന് പുറത്തേക്കിറങ്ങണം. ഞാൻ നിന്റെ ഉടമസ്ഥയാ, നീ എന്റെ അടിമയാണ്, അനുസരിച്ചേ പറ്റൂ. വലിയ ഹറാമല്ലല്ലോ, വലിയ ഹറാമെന്ന് പറക്കാൻ രക്ഷപ്പെടില്ല. യൂസുഫ് നബി സമ്മതിച്ചു. വാതിൽ തുറന്നി നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞ യൂസുഫ് നബി അലൈഹിസ്സലാം, ലോക സൗന്ദര്യത്തിന്റെ പകുതി അള്ളാഹു കൊടുത്ത മഹാൻ, പുറത്തേക്കിറങ്ങി. അപ്പൊ പിന്നെന്ന് നമ്മുടെ സുലൈഖ ബീവി കൈയടിച്ചിട്ട് പറഞ്ഞു, കഴിച്ചോളൂ, ആപ്പിൾ കഴിച്ചോളൂ. അവരാപ്പിൾ മുറിച്ചു. അപ്പോഴാണ് ഈ രാജകുമാരൻ എഴുന്നള്ളുന്നത്. അവരുടെ കണ്ണ് യൂസുഫ് നബിയുടെ കണ്ണിൽ, അവരുടെ കയ്യിൽ ആപ്പിൾ. അതിങ്ങനെ മുറിക്കാൻ തുടങ്ങി. ആപ്പിളിന്റെ മാംസളമായ ഭാഗങ്ങളിലൂടെ കത്തി സുഖമായി താഴേക്കിറങ്ങി. യൂസുഫിനെ കണ്ടു തരിക്കാൻ ആപ്പിൾ മുറിച്ചു, പിന്നെ കൈ മുറിക്കാൻ തുടങ്ങി, വിരല് മുറിച്ചു താഴേക്കിട്ടു. അപ്പോഴറിയണില്ല. ഞാനിപ്പോ നിങ്ങളെ കൊണ്ട് തന്നെ വിശ്വസിപ്പിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും, ഓ ഇങ്ങനെയൊന്നും കത്തിരിക്കില്ല ബഷീർ ഫൈസി, കയ്യിന്റെ വിരല് മുറിച്ചറിഞ്ഞില്ല. ഞാനിപ്പോ ഈ സദസ്സും തെളിയിച്ചു തരാം. അപ്പൊ യൂസുഫ് നബി കടന്നു പോയ ഉടനെ ഇവർക്ക് കൈ വേദനിക്കാൻ തുടങ്ങി, മുറിഞ്ഞെടുക്കല്ലേ. അതുവരെ അതിന്റെ ആ അട്രാക്ഷനിൽ അവരത് പെട്ടുപോയി. അപ്പോൾ സുലൈഖ ബീവി പറഞ്ഞു, ഹലോ ഹലോ, ഞാന് എത്രയോ വർഷങ്ങളായി ഈ യൂസുഫ് നബി എന്റെ അടുത്ത, ഞാൻ ക്ഷമിക്കാൻ പെട്ട പാടെന്താ, നിങ്ങൾ ഒരു മിനിറ്റ് കണ്ടപ്പോഴത്തേനും കൈയൊക്കെ മുറിച്ചില്ലേ. ഓ അപ്പൊ ഇനി നമുക്കിട്ട് പണിയണ്ട, പൊയ്ക്കോളി എന്ന് പറഞ്ഞു. ഈ സംഭവമാണ് ആയിഷ ബീവി പറയണം. ആയിഷ ബീവി പറയണേ ഉണ്ടാകണല്ലോ, അല്ല ബഷീർ ഫൈസി എടുത്ത് പറയല്ലേ. ആയിഷ ബീവി പറയാ, അവര് യൂസുഫ് നബിയെ കണ്ടപ്പോൾ വിരല് മുറിച്ചു. എന്റെ മാണിക്കക്കല്ലിനെ കണ്ടിരുന്നുവെങ്കിൽ വിരലെല്ലാം മുറിക്കുക, കത്തിയോണ്ട് ഒരൊറ്റ കുത്താണ് നെഞ്ചത്ത്, എന്നിട്ടാണ് മുറിക്കും. കാരണം ലോക സൗന്ദര്യവും യൂസുഫ് നബിയുടെ സൗന്ദര്യം ഉൾക്കൊള്ളുന്ന രണ്ട് പകുതി, ഇവിടെ ഇരിക്കുന്ന ഈ പകുതിയാണ് മുഹമ്മദ് മുസ്തഫ. ഇതാണ് മുഹമ്മദ് നബിയുടെ നൂറ്. ലോകത്തിന്റെയും യൂസുഫിന്റെയും സൗന്ദര്യം അല്ലാഹുവിന്റെ റസൂലിനുണ്ട്. ഞാൻ തെളിയിച്ചു തരാന്ന് പറഞ്ഞില്ലേ, നമ്മുടെ തൃശ്ശൂര് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് ഒരു കൊല്ലം മുമ്പ് അതുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ മൊബൈൽ ഫോണിൽ സംസാരിച്ച് ട്രാക്കിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് പരശുറാം പിന്നിൽ വന്ന് ഭയങ്കരമായി ഹോൺ മുഴക്കുന്നത്.
ഈ ട്രാക്കിന്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്നവരൊക്കെ പറഞ്ഞു അവരോട് കൂകി വിളിച്ചിട്ട് ട്രെയിൻ വരണോന്ന്. പക്ഷെ ഇവൻ ഇതിലാണ്. കാരണം ഇതിലാരായിരിക്കും? മാണികക്കല്ലാണ്. ഭാര്യക്ക് വിളിക്കുന്നില്ല, കാമുകിയാണിതില്. പരശുറാം പിന്നിൽ നിന്ന് ഓണടിച്ചിട്ട് ഈ മാണിക്കക്കല്ല അറിഞ്ഞില്ല. ഇത്രയധികം ഓണടിച്ചിട്ട് അറിഞ്ഞില്ല എന്ന്. കാരണം എന്താ? ഇവന്റെ കൽബ് ഇവിടെ ഉടക്കി കിടക്കുകയാണ്. അവൻ സ്റ്റിക്കറായി. ആ ട്രെയിൻ ഇടിച്ചു ചമ്മന്തിയായി നീ പറഞ്ഞത്. നിങ്ങൾ പറയും ഇവിടെ വിരല് മുറിച്ചാ പിന്നെ അറിയോ? ഇവിടെ വോയിസ് കേട്ടിട്ട് എന്നെ തരിച്ചിരിക്കുക. അത് ചില ആൾക്കാർ, നിങ്ങൾ ഗൾഫിൽ താമസിക്കുന്ന റൂമിലേക്കൊക്കെ പോയി നോക്കി, ഈ 5-6 ബെഡൊക്കെ ഉള്ള ഒരു റൂമിലാണ് താമസിക്കുന്നത്. ചില ആൾക്കാർ ഫോൺ വിളിക്കും, സാപ്പാടേക്കടാ, അറിയില്ല. അങ്ങനെയാണ് അത്. ഞാൻ തന്നെ ഒരു പെട്ടപ്പെടലുണ്ട്. മക്കത്ത് അജ്ജിന് പോയപ്പോ ഇതല്ലട്ടാ, 6ാം ഫ്ലാറ്റിൽ ഇറങ്ങുന്നുണ്ട്. സത്യമായിട്ടുണ്ടായതാണ് ഇറങ്ങുന്നുണ്ട്. അപ്പൊ ലിഫ്റ്റിൽ കയറി നമ്മൾ 6ഒക്കെ അടിച്ചു ഇങ്ങനെ നിന്ന് വേറെന്തോ ചിന്താന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും നെഗറ്റീവായ ചിന്ത ഒന്നല്ല, മക്കത്തല്ലേ. അങ്ങനെ 6ലെത്തി. എന്റെ റൂമിൽ ആൾക്കാരൊക്കെ ഇറങ്ങുന്നുണ്ട്. ഞാൻ 6 കാണുന്നുണ്ട്. ഇറങ്ങിയില്ല. 7ലെത്തി, 8ലെത്തി, 9. അവസാനം അതിൽ 12 പോകുന്നുണ്ട്. അതിലെത്തി നിന്നപ്പോ എനിക്ക് തോന്നി, എനിക്ക് മനസ്സിലായി ഇപ്പൊ 12ലെത്തി. അന്നനി താഴോട്ടന്നെ ഇറങ്ങുക. അപ്പൊ എന്താണ്? 6 കാണാഞ്ഞിട്ടാണോ? അല്ലെ, ഫോർ എക്സാമ്പിൾ ഇതുപോലത്തെ ഉദാഹരണങ്ങൾക്ക് ഉണ്ടായിട്ടില്ലേ? ദാറ്റ്സ് എ പവർ ഓഫ് ലവ്. ഇത് സ്നേഹത്തിന്റെ ഒരു ശക്തി. ഞാൻ സ്നേഹിച്ചിട്ടൊന്നും അല്ലട്ടോ ഉണ്ടായത്. നിങ്ങൾ അങ്ങനെ വ്യാഖ്യാനിക്കണ്ട. അത് നമ്മൾ ഏതിലാണോ കോൺസെൻട്രേറ്റ് ചെയ്തത് നമ്മൾ അതിലങ്ങോട്ട് ശ്രദ്ധിക്കപ്പെടും. അതുകൊണ്ട് അപ്പൊ അത് വേറൊരു വിഷയം. നമ്മൾ പറഞ്ഞു വന്നത്, ആയിഷ ബീവി പറഞ്ഞു, എന്റെ പ്രവാചകൻ അവർ കണ്ടിരുന്നുവെങ്കിൽ കൽബ് കുത്തി മരിക്കും. അതാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നൂർ പ്രകാശം. എത്ര തവണ 100 പറഞ്ഞു എന്നവർക്ക് സമ്മാനം ഓഫർ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. തെറ്റിയോ നിക്കറിയില്ല, ഞാൻ എണ്ണി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഹബീബിങ്ങളെ, ആ 100 ഹൃദയത്തിൽ കയറിയാൽ ആ സൗന്ദര്യം. അപ്പൊ ഞാൻ പറയാൻ കാരണം, മുത്തുനബിയാണ് ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യം. എങ്കിൽ പിന്നെന്തിനാണ് കാഞ്ചനയെ സ്നേഹിച്ച മൊയ്തീൻ നമ്മുടെ മൊബൈലിലെ ഗാലറിയിലെ ഫോട്ടോ അതെങ്ങനെ? പിന്നെ എങ്ങനെ കാവ്യമാധവൻ നമ്മുടെ മൊബൈലിൽ കിടക്കുക? നെഗറ്റീവായ പ്രണയത്തിലേക്ക് നമ്മൾ എങ്ങനെയാണ് വഴിതെറ്റിപ്പോവുക? അപ്പോൾ മുത്തുനബി എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിലില്ല. മദീനയിലാണ് നബി ഉള്ളത്, ഹൃദയത്തിലില്ല എന്നിടത്താണ്. അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളായ ഔലിയാക്കന്മാർ തെറ്റു ചെയ്യാതിരിക്കാൻ അടിസ്ഥാനപരമായ കാരണം അള്ളാഹയെയും റസൂലിനെയും പ്രണയിച്ചു എന്നതാണ്. പേടിച്ചു എന്നതല്ല. പേടിച്ചു എന്നതല്ല. ഞാൻ പറഞ്ഞു രാവിലെ, നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ പേടിപ്പിക്കണ വഴലാണ് നടക്കുന്നത് എന്ന്, അല്ലേ? എന്റെ സമയായ 15 മിനിറ്റ് കൂടി ഉണ്ട്. ഓക്കെ, 15 മിനിറ്റ് പറയട്ടെ. ഹബീബിങ്ങളെ, ആർക്കെങ്കിലും ധൃതി പോയിക്കൊള്ളിട്ടോ. അവിടുത്തെ ജമാഅത്ത് കഴിഞ്ഞു, നമുക്ക് ഒന്നിച്ച് ജമാഅത്ത് സ്വീകരിക്കാം. അള്ളാഹുവിനെ സ്നേഹിച്ചു എന്നിടത്താണ് റസൂലുള്ളാഹിയെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ആർക്കെങ്കിലും പോണെങ്കിൽ പെട്ടെന്ന് പോയിക്കോളി, ഇടയിൽ എണിക്കരുത്. കാരണം ഇത് പിരിവിനുള്ളൊരു വേളല്ലാത്തതുകൊണ്ട് ഞാൻ മനസ്സിലാക്കി സംസാരിക്കുക. നിങ്ങൾ രണ്ടാളും അങ്ങനെ തന്നെ പറഞ്ഞത്. നാട്ടിലാണെങ്കിൽ അങ്ങനെയല്ല. ഒരു 1.25 മണിക്കൂറായ പിന്നെ സംഘാടകര് പിരിവ് പറയാൻ വേണ്ടി പറയും. അപ്പൊ നമ്മൾ പതുക്കെ മരണത്തിലേക്ക് ഒരൊറ്റ പോക്കാം. ഇത്ര സമാധാനത്തോടെയും ഇത്ര മനസ്സ് തുറന്നും ഹൃദ്യമായും സംസാരിക്കാൻ ലോകത്തെവിടെയും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഇന്നലത്തെ നമ്മുടെ സദസ്സ് എന്തോ ഒരു ചന്തമാണത്, അല്ലേ? 10,000-കണക്കിന് ആൾക്കാർക്ക്, എത്രയെന്ന് കൃത്യമായിട്ട് അറിയില്ല. ആരും മറ്റൊരു ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി വന്നതല്ലല്ലോ. ഈ വേദിയിൽ തന്നെ എന്റർടൈൻമെന്റ് പലപ്പോഴും നടക്കാറുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒന്ന് ഹബീബിങ്ങളെ, അതൊക്കെ ഓരോന്നിന്റെ താല്പര്യപ്രകാരം നടത്തേണ്ടി വരും ചിലപ്പോ. തൽക്കാലം ആരും സഹകരിച്ചു കൊടുക്കരുത് കേട്ടോ. അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പൊ അള്ളാഹുവിനെ റസൂലിനെ സ്നേഹിക്കുകയാണ് അവർ ചെയ്തത്. നമ്മളോ അള്ളാനെ പറഞ്ഞോളി, അള്ളാനെ പേടിച്ചു. ഖബറിൽ നമ്മളങ്ങനെ ഇട്ടിട്ട് പൊട്ടിക്കും. ഇപ്പൊ ഇന്ന് ഈ ക്ലാസ് കഴിഞ്ഞപ്പോ ഒരു സഹോദരൻ, ആൽബടെ ഉണ്ടോ എനിക്കറിയില്ല, ഉണ്ടാ, എന്നോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു ഹിന്ദു സുഹൃത്ത് ഈ പരിപാടിക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വന്നിട്ടുണ്ടോ?
ആളിനോട് പറഞ്ഞാളൂടല്ലേ, പറഞ്ഞാലൂടെ എന്നോട് പറഞ്ഞാൽ സദസ്സിലുണ്ടോ? എന്നാ പിന്നെ അതിന്റെ സത്യസന്ധത ഞാൻ പറഞ്ഞെങ്കിലും ഉൾക്കൊള്ളാമില്ല, അതുകൊണ്ട് ഞാൻ പറയണില്ല. അയാളൊന്ന് പോയിണ്ടാവും, അപ്പൊ ഞാൻ പറയണില്ല. അയാളിവിടെ ഉണ്ടെങ്കിലല്ലേ ഞാൻ പറയുന്നത് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അയാൾ അള്ളാഹു സ്നേഹമാണെന്നുള്ള യൂട്യൂബിൽ നമ്മുടെ ഒരു പ്രസംഗം ഉണ്ട്, അയാൾ കേൾക്കാറുണ്ട്. അള്ളാഹിനെ പേടിക്കാനാണല്ലോ ഇവിടെ മൊയ്ലിയാക്കന്മാർ പറയാറ്, അള്ളാഹിനെ സ്നേഹിക്കാനാണല്ലോ പറഞ്ഞത്. അള്ളാഹു അദ്ദേഹത്തിന് ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവരി, രാവിലെ വരാമെന്ന് പറഞ്ഞാൽ അത്ര. ഇതിലേക്ക് ഹിന്ദുവിന് പ്രവേശനം ഉണ്ടോ എന്നുള്ള സംശയമൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായി തോന്നുന്നുണ്ട്. അള്ളാഹു അദ്ദേഹത്തിനൊക്കെ ഹിദായത്ത് കൊടുക്കട്ടെ. ഹബീബിങ്ങളെ, അപ്പൊ അള്ളാഹിന്റെ റസൂലിനെ അള്ളാഹിനെ നമ്മൾ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല. ഫലാത്തുൻ മൻ കുന്ന ഫീ വജദ ഹലാവതൽ ഈമാൻ. ഈമാനിനൊരു മധുരമുണ്ട്. ആ മധുരമാണ് നമ്മുടെ സൂഫികൾക്ക് കിട്ടിയത്, ദർവേശുകൾക്ക് കിട്ടിയത്. അള്ളാഹു നമുക്ക് നൽകട്ടെ. 3 ആളുകൾക്ക് അത് ലഭിക്കും. ഒന്ന്, അല്ലാഹു വ റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അള്ളാഹുവിനെയും റസൂലിനെയും ഈ പ്രപഞ്ചത്തെക്കാൾ മുഴുവൻ പ്രണയിക്കുന്നൊരവസ്ഥയുണ്ടാകുമ്പോൾ, സൂര്യചന്ദ്ര നക്ഷത്ര ഗോളത്താര പദങ്ങളെക്കാൾ, മാമലകളെക്കാൾ, സമതലങ്ങളെക്കാൾ, ആറുകളെക്കാൾ, പുഴകളെക്കാൾ, ജലാശയങ്ങളെക്കാൾ, ഈ ബ്രഹ്മാണ്ഡ കടാഹത്തെക്കാൾ അള്ളാഹുവിനെയും റസൂലിനെയും ഒരാൾ പ്രണയിച്ചാൽ അയാളുടെ മനസ്സിൽ ഒരു രസം വരും, ഈമാനിന്റെ ടേസ്റ്റ്. അപ്പൊ പിന്നെ കോർണിഷിൽ പോയാൽ നമുക്കൊന്നും തോന്നൂല്ല. സത്യം പരീക്ഷിച്ച് നോക്കൂ, നമുക്കൊന്നും തോന്നൂല്ല. എന്താ അവിടെ തോന്നാറുള്ളത് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. ഒന്നും തോന്നൂല്ല ഹൃദയത്തിൽ ആ വികാരമുണ്ടായാൽ. ബാക്കി 2 അവിടെ നിൽക്കട്ടെ. ഒന്ന്, അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുക. നമ്മളെവിടെ സ്നേഹിച്ചുള്ളത്? വെറും പേടിച്ച് പള്ളിക്ക് തന്നെ പോകാതെ ഭയങ്കര പേടി. അള്ളാഹു നമ്മളെങ്ങനെ ചാട്ടവാറ് പിടിച്ച് തല്ലാൻ നിൽക്കുക എന്നാണ് നമ്മുടെ മതപ്രസംഗന്മാരൊക്കെ പറയണത്. സംഗതി കുറച്ചൊക്കെ ശരി തന്നെയാണെങ്കിലും ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരെ പേടിപ്പിക്കാൻ പാടുമോ? ഈ ക്രിസ്ത്യാനിറ്റി ലോകവ്യാപകമായി പറയണം എന്താണെന്നറിയോ? ഗോഡ് ഇസ് ലവ്. ദൈവം സ്നേഹമാണ്. നമ്മുടെ വലിയ എന്താ പറയുന്നട്ടോ, നിസ്കരിച്ചോളി ഖബറിലാദാബാ. ഞാനത് കളിയാക്കല്ല. നമ്മൾ എന്തുകൊണ്ട് അള്ളാഹുവിന്റെ സൂഫികളുടെ മാർഗം പ്രചരിപ്പിക്കുന്നില്ല? ഈ സിംബോളിക് ഇസ്ലാം, എന്താ ഈ കൾച്ചറൽ ഇസ്ലാമിന്റെ ആൾക്കാരാണ് നമ്മൾ. എന്ന് പറഞ്ഞാൽ പള്ളിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട്. പുതിയ പള്ളി, 5 കോടി രൂപ പള്ളി, 10 കോടി രൂപ പള്ളിയൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ഒരു കൾച്ചറൽ ഇസ്ലാമാണത്. അതായത് ലോകത്ത് മുഴുവൻ ഇസ്ലാം ഭയങ്കര സംഭവമാണെന്ന് നമ്മൾ തെളിയിക്കുന്നുണ്ട് അല്ലേ? വയലുകള്, എന്തോ വയലിനൊക്കെ ആൾക്കൂട്ടം, കാസർഗോഡൊക്കെ പോയ ഭയങ്കര ആൾക്കാരാണ്. പക്ഷെ പലപ്പോഴും എന്റെ ഖൽബിൽ ഇസ്ലാം ഉണ്ടാകുന്നില്ല, ചിഹ്നങ്ങളിൽ ഇസ്ലാമാണ് ഉണ്ടാകുന്നത്. നമ്മൾ തിരുത്താൻ ശ്രമിക്കണം. അതിന് വയലു വെക്കണ്ട, അത്തിപ്പറ്റ ഉസ്താദിനെ കണ്ടാൽ മതി. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല മൂപ്പരെ. നമ്മൾ ഭംഗിയിലും ആടയാഭരണങ്ങളിലും അലങ്കാരങ്ങളിലും രമിക്കുന്നവരെ. ഇന്നലെ ഇപ്പൊ പാണക്കാട് തങ്ങൾ, മാഷാ അല്ലാഹ്, ആരാണ് കരയാത്തത്? ആരുടെ കൽബാണ് പൊട്ടാത്തത്? പാണക്കാട് തങ്ങന്മാര് കരയാറില്ല. അതൊക്കെ ബോധ്യപ്പെടുത്തലുകളുടെ കരച്ചിലുമല്ല. തങ്ങൾ അങ്ങനെ തന്നെ രാവിലെ പറഞ്ഞല്ലോ. എന്നാൽ ചില ആൾക്കാർ വന്നിട്ടൊരു പറഞ്ഞത്, അല്ലോ ഇവിടുന്നൊക്കെ അയിനൊക്കെ ദുബിർന്നാണ് വരിക. വെറുതെ അയിനൊക്കെ ദുബിർന്ന് കൊടുത്തിട്ട് ഞങ്ങളുടെ ഒരു സംഘടന ഒരു ആട് വിതരണം നടത്തി. ഏതാണെന്ന് നമ്മൾ പറയണില്ല. അപ്പൊ അയാൾ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞത്, എന്റെ നാട്ടിലാണ്, നമ്മുടെ സംഘടന 2 അക്ഷരം കുറച്ചുണ്ടാവും അത് പറഞ്ഞു. അത് ഡാഷിന്റെ ആട് വിതരണമാണ് എന്ന് പറഞ്ഞു. വെറുതെ ഒരു സ്റ്റൈലാക്കി പറയാ. അള്ളഹാനോടൊക്കെ ഇങ്ങനെ ജാട കാണിച്ച അള്ളാഹു സ്വീകരിക്കുക. മുഅ്മിനീങ്ങൾ 10,000 ആൾക്കാർ വിളിച്ചുള്ള ദുആ സമ്മേളനങ്ങളൊക്കെ നാട്ടിൽ നടക്കുക. വെറും തട്ടിപ്പ്, സത്യമായിട്ടും തട്ടിപ്പ്. നമ്മളൊന്ന് ആലോചിച്ച് ഒറ്റക്കൊരു റൂമിൽ കയറിയിട്ടേ, ഞാൻ കൂട്ടപ്രാർത്ഥനയുടെ എതിർത്തെന്ന് പറയത്തിട്ടാ, ഒറ്റക്കൊരു തോർത്തുമുണ്ടൊക്കെ ഇങ്ങനെ തോൾ കൊടുത്തിട്ടേ നമ്മൾ ചിന്തിക്കുക, പതുക്കെ ഇങ്ങനെ പിടിക്കുക. അള്ളഹാനോട് നമ്മൾ വളരെ ലളിതമായിട്ട് മതി. ഇത് അശല്ലാണ്. ഉസ്താദുമാർക്ക് മാത്രമേ അർത്ഥാരുള്ളൂ, പേടിക്കണ്ട. ഹബീബെ ഇങ്ങനെ തോർത്തുമുണ്ട് പിടിച്ചിട്ടേ, പടച്ചോനെ തായ അള്ളാഹുവേ, പടച്ചോനെ തായ അള്ളാഹുവേ എന്ന് പറഞ്ഞാൽ ചിലപ്പോ അള്ളാഹുവിന് നമ്മോട് ഒരു പാവം അങ്ങോട്ട് തോന്നും, ചിലപ്പോ അങ്ങോട്ട് തരും. സത്യം നിങ്ങൾ ഇടയ്ക്കത് പരീക്ഷിച്ചു നോക്കി.
ഇത് നമ്മളെന്താ പറയുക, ഭയങ്കര സെറ്റപ്പിലൊക്കെ വന്നിട്ട് പച്ചപ്പുറപ്പൊക്കെ ഉണ്ടാവും, അയലൊക്കെ ഉണ്ട് പൊട്ടിച്ചാടിയൊക്കെ ഉദയനെ. സമസ്തക്ക് ഏതായാലും ഇതില്ലാതെ നിങ്ങൾക്ക് ഉറപ്പാലോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാന്റെ മലക്കുകൾ വരെ ബോധം കെട്ട് വീഴും, ഉത്തരം കിട്ടില്ല. ഇന്നലെ നിങ്ങൾ കണ്ടില്ല തങ്ങളുടെ ശബ്ദം എത്ര ചെറുതാണ്, ലാളിത്യം എന്താ. ആ സദസ്സിൽ വന്നവർക്കറിയാം, എനിക്ക് വാക്കുകൾ പറയാൻ പറ്റില്ല. അതന്നെയാണ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ. ആ മനുഷ്യന് അറബി ദ്വാരക്കാരായിട്ടല്ലട്ടാ, ചിലർ കഴിക്കുന്ന അറബി കിട്ടായിട്ടൊന്നും അങ്ങനെയല്ല, മലയാളത്തിൽ മൂപ്പര് കിട്ടില്ല. ഒരു വാക്ക് പറഞ്ഞാൽ അത് പൊട്ടിപ്പോയി തെറ്റിദ്ധരിക്കപ്പെടുമെന്ന് കരുതിയിട്ട് മൂപ്പർക്ക് വാക്ക് വരാതെ ചങ്ക് കിടന്നും പെട്ടക്കുന്നത് ഞാൻ താഴെ ഇരുന്ന് കണ്ടു. പാണക്കാട് സാദാത്യങ്ങളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളെയാണ്. സത്യമായിട്ടും അബ്സല്യൂട്ട്ലി അയാളൊരു മഹാനാണ്. ഞാൻ ഇന്നലെ അദ്ദേഹത്തിന് മുമ്പിൽ ഇത് പറഞ്ഞാണ് ഈ കൊളായതൊക്കെ. മൂപ്പരങ്ങനെയൊക്കെ ഇടങ്ങറായത്. പിന്നെ റസൂലുള്ളാഹിനെ പറഞ്ഞ മൂപ്പരെ കൽബ് പൊട്ടും. മദീനത്ത് ഒരു സദസ്സ് പോയി, നമ്മുടെ ഓണംപുള്ളിയൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ. ഞാൻ വിഷയത്തിന് മാറിയല്ല, ഓർമ്മപ്പെടുത്തണേ. അങ്ങനെ KMCCയുടെ ഒരു പരിപാടി മദീനത്ത് ഒരു സ്വീകരണം ഉണ്ടായിരുന്നു. സിയാറത്ത് കഴിഞ്ഞപ്പോഴേ മൂപ്പരൊരു വിധായി. നമ്മളൊക്കെ റൗളയിൽ പോയിട്ട് എന്താ ചെയ്യല്, ഞാൻ നിങ്ങളൊക്കെ റൗള ശരീഫിന്റെ മുമ്പിൽ പോയിട്ട് അള്ളാഹു കാക്കട്ടെ. അപ്പോ അത് സെൽഫി എടുക്കൽ തെറ്റൊന്നുമില്ല എന്നിപ്പോ നമുക്ക് ഫത്വ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് സന്ദർഭ സമയം നമ്മൾ നോക്കണം. അദ്ദേഹം അവിടെ നിന്ന് ദ്വയരെന്ന് ആകെ കരഞ്ഞ് KMCCയുടെ വേദിയിൽ കയറി, നിങ്ങൾ വിശ്വസിക്കണം അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞു. സ്വാഭാവികമായും നമ്മളിങ്ങനെ ഒരു പറഞ്ഞിട്ടല്ലേ ഒരു സങ്കടം വരുള്ളൂ. മൂപ്പര് അസ്സലാമു അലൈക്കും പറഞ്ഞു, മിണ്ടണില്ല, പിന്നെയും മിണ്ടണില്ല. ആൾക്കാരൊക്കെ സ്റ്റക്കായി. എന്താണ് ഇപ്പൊ സംഭവം? ഓണംപുള്ളി പോയി എന്താ തങ്ങളൊരൊറ്റ കരച്ചില. ബഹുമാനപ്പെട്ട അധ്യക്ഷരെ അതുപോലും പറഞ്ഞിട്ടില്ല, അസ്സലാമു അലൈക്കും പറഞ്ഞു. പിന്നെ മൂപ്പർക്ക് മിണ്ടാൻ പറ്റുന്നില്ല. ഇവിടുന്നൊരു പെട്ടക്കലായിരിക്കും. സദസ്സിലെല്ലാരും കൂടി അദ്ദേഹത്തെ പിടിച്ചിരുത്തി, ഭയങ്കര കരച്ചിൽ. പോരുമ്പോ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ? എനിക്ക് റൗള ശരീഫിൽ നിന്നപ്പോ ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ നിന്നപ്പോ എനിക്ക് പലതും ഓർമ്മ വന്നു എന്ന് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ. അത് അഭിനയമല്ല, ബോധ്യപ്പെടുത്തലല്ല. ഇന്നലെ ഒരുപക്ഷെ അള്ളാഹു ആ ദുആ കബൂൽ ചെയ്തിട്ടുണ്ടാവും. അള്ളാഹു അങ്ങനെ ആക്കി പെരുമാറകട്ടെ. ആ പച്ച മനുഷ്യന്റെ നിഷ്കളങ്കതയാണ് ആ രാത്രിയിൽ വിങ്ങിക്കരഞ്ഞ് വാക്കുകൾ മുട്ടിപ്പോയത്. നിങ്ങൾ ശ്രദ്ധിച്ചോ, മലയാള പ്രാർത്ഥനയിൽ റസൂലുള്ളാഹിനെ കാണിക്കണേ എന്ന് പറഞ്ഞപ്പോഴും അവിടെ നിന്ന് കിടുങ്ങി. ഞാൻ കരുതിയത് ബോധം കെട്ടിങ്ങോട്ട് വീഴുമെന്ന് പേടിച്ചു. പിന്നെ സംഘാടകർ പറഞ്ഞ പരിപാടി കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് പോകാൻ പറ്റുന്നില്ല. ഞാൻ ഒന്ന് പൊരുത്തപ്പെടിച്ചു മൂപ്പരോട്. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടിടങ്ങറായി വന്ന് എഴുതിയിട്ട്. അപ്പൊ അതാണ് എന്നോട് ഇവിടെ എഴുതി തന്നതും സംഭവം എന്ന് പറയണമെന്നാണ്. ഇതാണ് ഹബീബിങ്ങളെ അദ്ദേഹം നിങ്ങൾ കയ്യൊക്കെ ഉമ്മ വെക്കാൻ പോയണ്ടല്ലോ, അദ്ദേഹം സത്യത്തിൽ അതൊന്നും വലിയ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ മതപരമായി എതിർപ്പുണ്ട് എന്നുള്ളതല്ല, അതിനൊന്നും ഞാനല്ല ആയിട്ടില്ല എന്നൊരു വിനയഭാവത്തിലേക്ക് ചുരുങ്ങും ആ മനുഷ്യൻ. അതാണ് നമ്മുടെ നേതൃത്വം. അവിടെയാണ് മുത്തിയിട്ടില്ലെങ്കിൽ എന്നെ ഞാൻ കാണിച്ചു തരടാന്ന് പറഞ്ഞ ആൾക്കാർ. അപ്പൊ അതാണ് ദുആ. ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞപ്പോ എന്താ പറയാൻ കാരണം ഉണ്ടായി? ഈമാനിന്റെ ഒരു മധുരം, അള്ളാഹിനെയും റസൂലിനെയും സ്നേഹിച്ചാൽ നമ്മുടെ മനസ്സിലുണ്ടാകും. അള്ളാഹു നൽകട്ടെ. 5 മിനിറ്റ് കൂടിയുണ്ട്. അതുകൊണ്ട് ഇതുവരെ നമ്മൾ പേടിച്ചു. ഇനി നമുക്ക് റസൂലുള്ളാഹിനെ അള്ളാഹിനെ അങ്ങോട്ട് സ്നേഹിച്ചു നോക്കാം. നൈൽ നദിയുടെ തീരത്തെ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ ദുആ ചെയ്തു, നാഥനേ ഞാൻ നിന്നെ നിസ്കരിക്കുന്നത്, ആരാധന ചെയ്യുന്നത് അല്ലാഹുവേ നിന്റെ സ്വർഗം ലഭിക്കാനല്ല നാഥ, നിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുമല്ല നാഥ. നഫീസയ്ക്ക് വേണ്ടത് നിന്നോടുള്ള സ്നേഹമാ, നിന്നോടുള്ള പ്രണയമാ, നിന്നോടുള്ള ഇഷ്കാ. കാപട്യമില്ലാത്ത, സ്വാർത്ഥതയില്ലാത്ത അനശ്വരമായ സ്നേഹമായിരുന്നു നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹുവിന്റെ. നമ്മൾ പലപ്പോഴും സ്നേഹിക്കുന്നത് എന്താ? ഖബറിൽ നിന്ന് രക്ഷപ്പെടാൻ,
നരകത്തിലൊന്നും ഇടങ്ങറാകരുത്, മശ്റയിലൊന്നും ഇടങ്ങറാകരുത്. അങ്ങനെയാണ് നമ്മൾ 5 വക്ത് നിസ്കരിക്കുന്നത് പോലും. അത് സൂഫി ചിന്താഗതിയിൽ അത് കാപഢ്യമാണ്. ഇനി നാളെ മുതൽ നിസ്കാരം നിർത്താനല്ല പറഞ്ഞത്. സൂഫി ചിന്താഗതിയിൽ അത് കാപഢ്യം. കാരണം എന്താ? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ പരിപാടിയൊക്കെ എടുക്കുന്നത്. നേരെ മറിച്ച് അള്ളാഹുവേ, നീ ഞങ്ങളുടെ ഉടമസ്ഥനാ, ഞാനിത് ചെയ്തേ പറ്റൂ. നീ സ്വർഗത്തിലാണെങ്കിൽ സ്വർഗത്തിലിട്, നരകത്തിലാണെങ്കിൽ അതിൽ കൊണ്ടുപോയി തള്ളു, എന്നാലും ഞാൻ എന്നെ സ്നേഹിക്കും. ഒരു 1 വേ ട്രാഫിക് സ്നേഹമാണ്. ഇങ്ങോട്ടില്ലെങ്കിലും വേണ്ട, അങ്ങോട്ടുണ്ട് എന്നാ. നമ്മൾ കുടുംബക്കാർ നിശ്ചയത്തിന് വിളിച്ചില്ലെങ്കിൽ പിന്നെ കല്യാണത്തിന് പോകും. അവനിങ്ങോട്ട് നിന്റെ കല്യാണം വിളിച്ചില്ലല്ലോ, ആണ് നമ്മുടെ മനസ്സ്. എന്നിട്ട് നമ്മൾ താജ്ജുസ്കരിക്കും ചെയ്യും, അല്ലേ? സൂഫികൾ അങ്ങനെയല്ല. അള്ളാഹു ഇങ്ങോട്ട് ഇടിച്ച് ചമ്മന്തിയാക്കാലും പടച്ചവൻ എത്രയുള്ളൂ എന്ന് ചോദിക്കും. ഇബ്രാഹിം നദർ റളിയല്ലാഹുവിന് ഇത് നമ്മുടെ അവസാനത്തെ സംസാരമാണ്. ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു പോലീസുകാരൻ ചോദിച്ചു, എവിടെ നിങ്ങളുടെ വീട്? അപ്പൊ മൂപ്പര് ഉടനെ പറഞ്ഞു, എന്റെ വീട് പള്ളിക്കാട്ടില്ല. റസൂലിനെ സ്നേഹിച്ച ആളുടെ മറുപടിയാ, പള്ളിക്കാട്ടില്ല. പോലീസുകാരന് ദേഷ്യം വന്നു, ഒരൊറ്റ ചവിട്ടൽ കൊടുത്തു. ഇബ്രാഹിം നദർ റളിയല്ലാഹു നെഞ്ചത്ത് ചവിട്ട നിലത്ത വീണു. പിന്നെ അടിയോടടി. ഇത് കണ്ട് ദൂരെ നിന്നൊരു ആൾ ഓടി വന്ന് പോലീസുകാരനോട് പറഞ്ഞു, സർ, ആരെയാ നിങ്ങളെ അടിക്കണമെന്നറിയോ? വിശ്വപ്രസിദ്ധനായ അശ്ശൈഖ് ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹുവിനെയാണ്. അത് കണ്ടപ്പോ പോലീസുകാരൻ ഞെട്ടി. കാരണം ആ പേര് പോലീസുകാരൻ എവിടെയോ കേട്ടിട്ടുണ്ട്. പോലീസുകാരൻ ഞെട്ടിയിട്ട് പറഞ്ഞു, ഗുരു ശൈഖ് അവർകളെ മാപ്പ്, ആളറിയാതെ തല്ലിയതാ. അപ്പൊ ആളറിഞ്ഞാതല്ലാന്നാണല്ലോ മൂപ്പര ചിന്ത. ആളറിയാതെ തല്ലിയത് പൊരുത്തപ്പെടണം. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹുവിന്റെ എഴുന്നേറ്റെന്ന് പറഞ്ഞെന്താ? ഞാനാണെങ്കിൽ എന്താ പറയാ, എന്റെ ജോലി ഞാൻ കാണിച്ചു തരാം, കുഞ്ഞാലിക്കുട്ടിക്ക് നമ്മുടെ ആളല്ലേ. അല്ല, നമുക്ക് പറയാൻ പറ്റിയൊരു വാചകം അതാണ്, നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുമല്ലോ. പക്ഷെ മൂപ്പര് പറഞ്ഞെന്താന്നറിയോ? മോനെ, നീ എന്നെ ഒരടി അടിക്കുമ്പോഴുണ്ടല്ലോ, ഞാൻ പറഞ്ഞു കൊടുക്കല്ലാഹുവേ. എന്ത് കൊടുക്കണ്? സ്വർഗം കൊടുക്കല്ലാഹുവേ എന്നാ ഞാൻ തോരുന്നത്. നീ എന്നെ ഒരടി അടിക്കുമ്പോ അപ്പൊ ഞാൻ പറയും, പടച്ചോനെ സ്വർഗം കൊടുക്ക്. നമ്മളാണെങ്കിൽ എന്താ പറയാ, കൊടുക്കല്ലാഹു, എനിക്ക് ഏതായാലും വയ്യ. അപ്പൊ ആ പോലീസുകാരൻ ചോദിച്ചു, സ്വർഗം തരാൻ എനിക്കോ? അതെ. എന്നിട്ട് അദ്ദേഹം അവതരിപ്പിക്കുന്ന ഒരു വീക്ഷണമുണ്ട്, ഹുബ്ബുന്നബി, ഖൽബ് കയറിയ ഒരാളുടെ വീക്ഷണം. അദ്ദേഹം പറയാണ്, അതായത് ഞാൻ സത്യമാണ് പറഞ്ഞത്, എന്റെ വീട് പള്ളിക്കാട് തന്നെയാണ്, എനിക്ക് വീടും കൂടിയൊന്നുമില്ല. മനുഷ്യൻ മണ്ണിൽ നിന്നാണ്, മണ്ണിലേക്കാണ് മടക്കം. ഈ കൊട്ടാരങ്ങളും ഈ കെട്ടിപ്പൊക്കിയതൊക്കെ ഒന്നുമില്ലാതെ നമ്മ പോകും മണ്ണിലേക്ക്. ആലോചിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ സത്യം, എന്റെ വീട് പള്ളിക്കാടാ. അപ്പൊ സത്യം പറഞ്ഞതിനെ നീ എന്നെ അടിച്ചത്. അപ്പോൾ ഞാൻ ക്ഷമിച്ചു എന്നതുകൊണ്ട് എനിക്ക് അള്ളാഹു സ്വർഗം തരും, അല്ലെങ്കിൽ സ്വർഗത്തിൽ കൂടുതൽ പ്രതിഫലം നൽകും. കൊടുക്കൂലേ? കൊടുക്കൂലേ? അപ്പോൾ എനിക്ക് സ്വർഗം കിട്ടാൻ, അല്ലെങ്കിൽ സ്വർഗത്തിൽ കൂടുതൽ പ്രതിഫലം കിട്ടാൻ കാരണക്കാരൻ ആരാണ്? ഈ ചെങ്ങായി തല്ലിയത് കാരണല്ലേ. അപ്പൊ എനിക്ക് സ്വർഗം കിട്ടാൻ, അല്ലെങ്കിൽ സ്വർഗത്തിൽ കൂടുതൽ കൂലി കിട്ടാൻ കാരണമായത് ഈ. അപ്പൊ ഇന്നൊരു തല്ല് വരുമ്പോ അപ്പ ഞാൻ തോർക്കും, പടച്ചോൻ അയാൾക്കും കൊടുക്കും സ്വർഗം, കാരണം എനിക്ക് കിട്ടാൻ ഇയാളല്ല കാരണം. അതാണ് ഞാൻ തോരുന്നത് എന്ന് മഹാനായ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു. ആ പോലീസുകാരൻ കാഫറായിരുന്നു, അല്ലെങ്കിൽ മുസ്ലിം തന്നെയായിരുന്നു, എനിക്കത് കൃത്യമായിട്ട് അറിയില്ല. അസ്തഗ്ഫിറുല്ലാ. അദ്ദേഹം ആ ശൈഖ് അവരുടെ കൈ പിടിച്ചു. പിന്നെ ആ ശൈഖ് അവരുടെ മുരീദായി, ശൈഖ് മുറബ്ബിയായി പിന്നീട് ചരിത്രത്തിൽ അദ്ദേഹം അറിയപ്പെട്ടു. ഖൽബിൽ പ്രകാശമുള്ള അബൂ ഇബ്രാഹിം അദ്ഹം. മുഅ്മിനീങ്ങളെ, ബാഗ്ദാദ് നഗരത്തെ കിടുകിട വിറപ്പിച്ച ഒരു കള്ളൻ ഉണ്ടായിരുന്നു, വീരപ്പൻ എന്ന പേരിലല്ല, വേറൊരു കള്ളൻ, ഇബ്നു സബാത്ത്. കേട്ടിട്ടുണ്ടാവും. ഏത് കേസിൽ പെട്ടാലും അയാൾ ഊരിപ്പോരും. അവസാനം അയാളുടെ ഒരു കയ്യങ്ങട് മുറിച്ചു. ഇന്ന് ജീവപര്യന്തം തടവ് കഴിഞ്ഞ് ഇന്ന് പുറത്തേക്കിറങ്ങിയപ്പോൾ അന്ന് രാത്രിയും അയാൾക്ക് മോഷ്ടിക്കാൻ ഭയങ്കര താല്പര്യം തോന്നി. രാവിന്റെ കുളിരിൽ ബാഗ്ദാദിലെ ഏതോ ഒരു പ്രാന്തപ്രദേശത്ത് ഒരു വീട്ടിൽ അയാൾ മോഷ്ടിക്കാൻ കയറി. ഇങ്ങനെ അവിടെ ഒരു ഫാക്ടറിയില്, കമ്പിള് നിർമ്മാണശാലയിൽ അയാൾ ഇങ്ങനെ കെട്ടുകളാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വാതിൽക്കൽ ആജാനുബാഹുവായ ഒരു മനുഷ്യൻ വന്നു നിന്നു. ഇബ്നു സബാത്ത് ഓടാൻ നോക്കി, പക്ഷെ കഴിഞ്ഞില്ല. വന്നയാൾ പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ നിന്നെ സഹായിക്കാൻ വന്നതാ. ഇബ്നു സബാത്തിന് മനസ്സിലായി, ഇത് കള്ളന് കഞ്ഞി വെച്ചു കൊടുക്കണം പറഞ്ഞ ആരായിരിക്കും, അവനൊരു ഓൾഡ് കള്ളനായിരിക്കും. അങ്ങനെ 2 കെട്ടാക്കിയിട്ട് പറഞ്ഞു. വന്നാള് പറഞ്ഞു, ഇബ്നു സബാത്തെ, നിങ്ങളെനിക്കറിയാം, നിങ്ങളറിയാത്ത ആരെങ്കിലും ഉണ്ടോ? കൊച്ചുകുട്ടികൾ വരെ നിങ്ങളുടെ പേര് കേട്ടാൽ പേടിക്കും. ബാഗ്ദാദിനെ കിടുകിട വിറപ്പിച്ച കള്ളൻ.
പക്ഷെ നിങ്ങൾ ഭയങ്കര ക്ഷീണാണല്ലോ, ഞാൻ നിങ്ങൾക്ക് ഇത്തിരി ഭക്ഷണം കൊണ്ടുവരാം. പുറത്തുനിന്ന് ലോക്ക് ചെയ്ത് അയാൾ പോയി. കുറച്ച് കഴിഞ്ഞ് ഇത്തിരി ഭക്ഷണമായി വന്നു. പാല് മാത്രമേ ഉള്ളൂ, അത് കുടിപ്പിച്ചു. ഇബ്നു സബാത്തിനോട് പറഞ്ഞു, ഒരു കെട്ട് ഞാൻ ഏറ്റാം, ഒരു കെട്ട് നിങ്ങളേറ്റിക്കോളൂ, നിങ്ങളുടെ വീട്ടിൽ ഞാനിത് കൊണ്ടത്തരാം. അപ്പൊ ഇബ്നു സബാത്തിന് മനസ്സിലായി ഇത് നമുക്കിട്ട് എട്ടിന്റെ പണിയാണ്. കാരണം ഒരു കള്ളം ഇങ്ങോട്ട് സഹായിക്കുക ഒരു കാര്യമില്ലാതെ. എന്നാലും അങ്ങനെ പറഞ്ഞതല്ലേ. വലിയ കെട്ട് ഇബ്നു സബാത്ത് അയാളുടെ തല വെച്ചു കൊടുത്തു, മറ്റേത് വെച്ചു കൊടുത്തു. ഇബ്നു സബാത്ത് എടുത്തു. ഇബ്നു സബാത്ത് കുറച്ചു ദൂരം വഴി കാട്ടിയായി മുമ്പിൽ നടന്നു. മൂപ്പരെ വീട്ടിലേക്കായി പോണത്, കള്ളന്റെ വീട്ടിലേക്ക്. കുറച്ചു ദൂരം പോയപ്പോ ഇബ്നു സബാത്തിന് മനസ്സിലായി ഇയാള് പിന്നുന്നു, ഊരിയാലോ. അതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ മുന്നിലടക്ക്, ഞാൻ പിന്നിലടക്കാം. അങ്ങനെ നടന്നു. സുബഹിയോട് ഏകദേശം അടുത്തപ്പോൾ ഇയാളുടെ കള്ളന്റെ വീട്ടിലെത്തി. അവിടെ കെട്ടുവെച്ചു. അതുവരെ ഇബ്നു സബാത്ത് എന്ന കാട്ടുകള്ളന് സംശയമുണ്ട്, തന്നെ ചതിക്കാൻ, തന്നെ എന്തെങ്കിലും അപകടത്തിൽപ്പെടുത്താൻ വന്നയാളാ. കെട്ടവിടെ വെച്ചപ്പോൾ വന്നയാള് പറഞ്ഞു, സഹോദരാ ഇബ്നു സബാത്ത്, ഇനി ഞാൻ മടങ്ങുകയാണ്. ഒരൊറ്റ കാര്യമേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൂ. ഇതെന്റെ ഒരു സ്നേഹ സൗമനസ്യമായി കരുതിയാൽ മതി. പക്ഷേ ഇബ്നു സബാത്ത്, ഇത്തഖില്ലാഹ്, അല്ലാഹനെ ഭയപ്പെടണം ഇബ്നു സബാത്ത്. പിന്നൊരക്ഷരം മിണ്ടാതെ തിരിഞ്ഞു മടങ്ങി, 5 രൂപ കൂലി വാങ്ങാതെ. അപ്പോൾ ഇബ്നു സബാത്തിന് മനസ്സിലായി തന്നെ പറ്റിച്ചതല്ല, തനിക്ക് പണി തന്നതല്ല, പൈസക്ക് വന്നതല്ല. അന്ന് പ്രഭാതം സുബഹി ബാങ്ക് വിളിക്കുകയാണ് ബഗ്ദാദിലെ പള്ളിയിൽ. ഒന്നാമത്തെ സഫിൽ ഇബ്നു സബാത്ത് വന്നു. ആ മനുഷ്യന്റെ മനസ്സിൽ മാറ്റത്തിന്റെ പെരുമ്പറ പൊട്ടി. കാരണം അയാൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു പ്രവൃത്തിയിൽ ഒരു വാക്ക്, ഒരു സ്നേഹം കാണിച്ച ഒരു വാക്ക്, അല്ലേ? അള്ളാനെ പേടിക്കണം കേട്ടോ, അത്രേ പറഞ്ഞുള്ളൂ. 1000 മതപ്രസംഗം നടത്തിയിട്ടില്ല. അന്ന് ഈസാ ടി വി പോലും രംഗത്തില്ല. ഇയാൾക്ക് നന്നാകാൻ വേണ്ടിയിട്ട്. ഞാൻ നിർത്തുകയാണ്. ആ മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ ഇന്ന് ആ കാട്ടുകള്ളന്റെ ചരിത്രം ഇസ്ലാമിക് സൂഫി ഹിസ്റ്ററി വായിക്കുന്നവൻ എങ്ങനെയാണ് വായിക്കുകയെന്നറിയുമോ? അശ്ശൈഖ് ഇബ്നു സബാത്തി ബഗ്ദാദി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഒരു കാര്യം വിട്ടുപോയി. ഇബ്നു സബാത്ത് അയാളോട് ചോദിച്ചു, ഇതൊക്കെ വെച്ചു പോകുമ്പോ, അല്ലോ നിങ്ങൾ ആരാ എന്നെങ്ങനെ സഹായിക്കാൻ? ഈ ലോകത്ത് എന്നെ ആരും സഹായിച്ചിട്ടില്ല ഇതുവരെ. അപ്പൊ അയാൾ പറഞ്ഞ മറുപടി പറഞ്ഞ ഞങ്ങൾ ചിരിക്കരുത്. അയാൾ പറഞ്ഞു, സഹോദര ഇബ്നു സബാത്ത്, നിങ്ങൾ ഇന്നലെ രാത്രി മോട്ടിക്കാൻ കയറിയ ഫാക്ടറിയുടെ ഉടമസ്ഥനാ ഞാൻ. എന്റെ ഫാക്ടറിയിലാ നീ കയറിയത്. അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവോ? അപ്പൊ കള്ളന് കഞ്ഞി വെച്ചു കൊടുക്കാന്ന്. അത് അയാളുടെ സ്വന്തം സ്ഥലത്താ കയറിയത്, അന്യന്റെ വീട്ടിലല്ല. അപ്പൊ അയാൾക്ക് കൊടുക്കാതിരിക്കുക. അയാളത് സദക്കയിൽ കരുതിണ്ടാവും. എന്നിട്ട് അയാളുടെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചു. അപ്പൊ അത്ര സ്നേഹമസൃണമായ ആ വീട്ടുകാരൻ ആരായിരുന്നു ചരിത്രത്തിലുണ്ട്? അള്ളാഹുവിന്റെ റസൂലിനെ വല്ലാതെ പ്രണയിച്ചയാളാ. അതെ, ഇന്ന് രാവിലെ മുതൽ നമ്മൾ ആവർത്തിച്ചു പറയുന്ന മുത്തുനബിയുടെ നൂറ് ഹൃദയത്തിൽ കയറിയ മനുഷ്യനാ. അത് ആ ഒരു വാക്ക് നൂറുള്ള കൽബിൽ നിന്ന് ഏതു വാക്കുണ്ടായാലും സ്വീകരിക്കും. അതിന് 75,000 വാട്സ് വായിക്കൊന്നും വേണ്ട. നൂറുള്ള കൽബിൽ നിന്നൊരു വാക്കുണ്ട. മാറി പോലീസുകാർക്ക് മാറ്റാൻ കഴിയാത്ത മനുഷ്യൻ ആത്മീയ സോപാനത്തിന്റെ ഉന്നതങ്ങളിൽ ഷെയ്ഖ് മുറബി അശ്ശൈഖ് ഇബ്നു സബാത്തുൽ ബഗ്ദാദിയായി മാറിപ്പോയി. അതുകൊണ്ട് അബൂദബിയിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ പരശതം ആളുകളെ മുസ്തഫായ നബിയുടെ നൂറ് ഹൃദയത്തിലേറ്റാൻ അന്വേഷണത്തിന്റെ ആത്മയാനങ്ങൾ കയറുക. അന്വേഷണത്തിന്റെ ആത്മയാനങ്ങൾ കയറുക. ഇത് ഞാൻ വെറുതെ പറയുന്ന വാചകമല്ല. നിങ്ങളുടെ പ്രൊഫഷൻ ഏതോ ആയിക്കോട്ടെ, ഡ്രൈവറോ, ഹൗസ് ഡ്രൈവറോ, റെസ്റ്റോറന്റിൽ ജോലിയോ, അധ്യാപകനോ, സ്വയം തൊഴിലോ, എന്തോ ആകട്ടെ, നിങ്ങളുടെ വേഷം മാറ്റണ്ട, റഫ് ആൻഡ് ടഫ് ജീൻസ് നിങ്ങൾ മാറ്റണ്ട. നിങ്ങൾ ഇതേപോലൊക്കെ തന്നെ ജീവിച്ചാൽ മതി. പക്ഷേ അന്വേഷിക്കുക. മുസ്തഫായ നബിയുടെ നൂറ് ഹൃദയത്തിലേറിയാൽ തീർച്ചയായും നിങ്ങൾ സംസാരിക്കുമ്പോൾ അത് ഫലം ചെയ്യും. നിങ്ങൾ അള്ളാഹുവിനോടൊരു കാര്യം ചോദിച്ചാൽ അബ്സല്യൂട്ട്ലി അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകും. പ്രകാശത്തിന്റെ പുതിയ പ്രഭാതങ്ങൾ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. മുത്തുനബിയുടെ ആത്മീയ വ്യക്തിത്വത്തെ നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ തലമുറകളിലേക്ക് ഖിയാമത്തോളം നീണ്ടു നിൽക്കുന്ന വൈകാരികമായ ഒരാവേശമായി, റസൂൽ എന്ന് കേൾക്കുമ്പോൾ പൊട്ടിക്കരയുന്ന ഒരാളായി,
ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. മദീന എന്ന് കേൾക്കുമ്പോൾ ഖൽബ് കിടുങ്ങിപ്പോകുന്ന ഒരാളാകാൻ. അങ്ങനെ ആയാൽ എന്താ കാര്യം? പിന്നെ റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ലാത്തത് നമ്മൾ ചെയ്യില്ല. ഏതെങ്കിലും ഏകാന്തതയിൽ ഒറ്റക്കൊരു തെറ്റ് ചെയ്യുമ്പോൾ മുഹമ്മദ് ഉള്ളിലിരുന്ന് പറയും, കൂട്ടുകാരാ വേണ്ട, മോനെ വേണ്ടടാ, റസൂലുള്ള മുമ്പിലിരിക്കുമ്പോൾ ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും കഴിയില്ല. റസൂല് മദീനയിലായതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് തെറ്റ് ചെയ്യാൻ പറ്റുന്നത്. നൂറെ മുഹമ്മദിന്റെ ആളുകളാകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നൂറിനെ ഹൃദയത്തിലേറ്റിയ ഒരു സാർത്ഥവാഹക സംഘമാണ്. വേറെ സംഘടനാപരമായ പ്രസരിപ്പോ പ്രകടനാത്മകമായ പ്രവർത്തനങ്ങളൊന്നും നമ്മുടെ അടുത്തില്ല. സാധാരണ പറയാറുണ്ട്, നമുക്ക് അണികൾ കൂടുതലാണ്, പ്രവർത്തകർ വളരെ കുറവാണ്. അല്ലേ? അണികൾ ഇപ്പൊ കേരളത്തിലൊരു സമ്മേളനം നടത്തുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ സമ്മേളനം ആരായിരിക്കും? പറഞ്ഞോളൂന്ന്. അത് നമുക്ക് ഇവിടെ നിന്ന് പറയാം, കേരളത്തിലും പോയി പറയാം, വെറുതെ നോണ പറയല്ല. പക്ഷെ നമ്മൾ പ്രവർത്തിക്കാൻ പറഞ്ഞ ഏറ്റവും കുറച്ച് ആൾക്കാർ ആരായിരിക്കും? നമ്മൾ തന്നെ ആയിരിക്കും. നമുക്ക് അണികൾ കൂടുതലല്ല. പക്ഷെ നമുക്കൊരു സന്തോഷമുണ്ട്. തെറ്റാത്ത ദിശയുമായി 14 നൂറ്റാണ്ടിന്റെ പ്രവിശാലമായ ഒരു സഞ്ചാരം. ഒറ്റ മിനിറ്റ് പേടിക്കണ്ട, ഒറ്റ മിനിറ്റ് വേണേ തീർക്കും. അതായത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നൊരു വഴിയുണ്ട്. ആ പ്രകാശത്തിന്റെ വഴി നോക്കൂ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ നൂറാനിയത്ത് കിട്ടിയ ആളാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അവരിൽ നിന്ന് കിട്ടിയ ആളാണ് ഇമാം റബീഅ റളിയല്ലാഹു അൻഹു. അവരിൽ നിന്ന് കിട്ടിയ ആളാണ് ഇമാം മാലിക് റളിയല്ലാഹു. അവരിൽ നിന്ന് കിട്ടിയ ആളാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. അവരിൽ നിന്ന് കിട്ടിയ ആളാണ് ഇമാം മുസ്നി റളിയല്ലാഹു അൻഹു. അവരിൽ നിന്ന് കിട്ടിയ ആളാണ് മഹാനായ സയ്യിദുന ഇബ്നു സുറൈജ് റളിയല്ലാഹു അൻഹു. അവരിൽ നിന്ന് കിട്ടിയ ആളാണ് അബൂ ഇസ്ഹാഖുൽ മാറൂസി എന്ന് പറയുന്ന മഹാൻ. അവരിൽ നിന്ന് കിട്ടിയ ആളാണ് അബുൽ ഹസൻ റളിയല്ലാഹു അൻഹു. അവരിൽ നിന്ന് കിട്ടിയ ആളാണ് ഖാലി അബൂ തിബ്രി റളിയല്ലാഹു അൻഹു. അവരിൽ നിന്ന് കിട്ടിയ ആളാണ് അബൂ ഇസ്ഹാഖു ശിറാസി റളിയല്ലാഹു. എന്താ റളിയല്ലാഹു സ്ട്രോങ് പറഞ്ഞോ? ഈ കാലനുസരിച്ച് ഇങ്ങനെ കുറയും. അവരിൽ നിന്ന് കിട്ടിയ ആളാണ് അബൂ അലിയുൽ ഫാറാബി റളിയല്ലാഹു അൻഹു. അവരിൽ നിന്ന് കിട്ടിയ ആളാണ് അബൂ സഈദുൽ മുസ്നി റളിയല്ലാഹു അൻഹു. അവരിൽ നിന്ന് കിട്ടിയ ആളാണ് അശ്ശൈഖ് അഹമ്മദ് എന്ന് പറയുന്ന മഹാൻ റളിയല്ലാഹു അൻഹു. അവരിൽ നിന്ന് കിട്ടിയ ആളാണ് ഇബ്നു സിലാഹ് റളിയല്ലാഹു അൻഹു. അവരിൽ നിന്ന് കിട്ടിയ ആളാണ് ഇബ്നു അഹമ്മദ് ദിമിഷ്കി എന്ന് പറയുന്ന ആൾ റളിയല്ലാഹു അൻഹു. അവരിൽ നിന്ന് കിട്ടിയ ആളാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു. അവരിൽ നിന്ന് കിട്ടിയ ആളാണ് അലാവുദ്ദീൻ അത്താ റളിയല്ലാഹു അൻഹു. അവരിൽ നിന്ന് കിട്ടിയ ആളാണ് ഉമറുൽ ഇറാഖി റളിയല്ലാഹു അൻഹു. അവരിൽ നിന്ന് കിട്ടിയ ആളാണ് അബൂ അബ്ദുറഹ്മാൻ അൽ ഇറാഖി റളിയല്ലാഹു അൻഹു. അവരിൽ നിന്ന് കിട്ടിയ ആളാണ് അഹമ്മദ് അൽ ഇറാഖി റളിയല്ലാഹു അൻഹു. അവരിൽ നിന്ന് കിട്ടിയ ആളാണ് സലാഹുദ്ദീൻ അൽ മഹല്ലി റളിയല്ലാഹു അൻഹു. അവരിൽ നിന്ന് കിട്ടിയ ആളാണ് സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹു. അവരിൽ നിന്ന് കിട്ടിയ ആളാണ് ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു. അവരിൽ നിന്ന് കിട്ടിയ ആളാണ് മഹാനായ ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു. അവരിൽ നിന്ന് കിട്ടിയ ആളാണ് അൽ ഉസ്താദ് മോയിൻ കുട്ടി ഹാജി റഹ്മത്തുള്ളാഹി അലൈഹി. അവരിൽ നിന്ന് കിട്ടിയ ആളാണ് അൽ ഉസ്താദ് അബ്ദുൽ അസീസ് മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി. അവരിൽ നിന്ന് കിട്ടിയ മഹാനാൻ ആശിഖുർ റസൂൽ പ്രണയത്തിന്റെ രാക്കുയിൽ ഉമർ ഖാലി അൽ ബിലങ്കുത്തി. അവരിൽ നിന്ന് കിട്ടിയ ആളാണ് കുട്ടി മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി. അവരിൽ നിന്ന് കിട്ടിയ ആളാണ് പുതിയാപ്പിള അബ്ദുറഹ്മാൻ മുസ്ലിയാർ റഹ്മത്തുള്ളാഹി അലൈഹി. അവരിൽ നിന്ന് കിട്ടിയ ആളാണ് കർമ്മശാസ്ത്രത്തിന്റെ അക്കാലഘട്ടത്തിലെ അവസാനത്തെ വാക്ക് സയ്യിദ് അൽ ഉസ്താദ് ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ. അവരിൽ നിന്ന് കിട്ടിയ ആളാണ് കാലം കണ്ട ക്രാന്തദർശിയായ മഹാപണ്ഡിത ശോഭ മഹാനായ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ. അവരിൽ നിന്ന് കിട്ടിയ ആളാണ് സൂര്യ തേജസ് മലയാളക്കരയുടെ ആത്മീയ വസന്തമേ അറിവിന്റെ സപ്താകാശങ്ങളെ കീഴടക്കിയ മഹാനുഭാവ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ. ആ സൂര്യ തേജസ്സാണ് മുസ്തഫായ നബിയിൽ നിന്ന് ഈ ദീപം വെളിച്ചം കെടാതെ അനശ്യൂത പ്രവാഹമായി നൂറ്റാണ്ടുകളിലൂടെ അവിരാമ പ്രവാഹമായി ഒഴിച്ച് 2015 990-ാം വാർഷിക മഹാസമ്മേളനത്തിന് ചരിത്രമുറങ്ങുന്ന ആലപ്പുഴ കടപ്പുറത്ത് ജനസഞ്ചയങ്ങൾ ലക്ഷീകരിച്ച് കടന്നുവരുമ്പോൾ ഓർക്കുക,
എണ്ണം തെറ്റാത്ത പിഴക്കാത്ത മാർഗത്തിലൂടെ 34ാമത്തെ നമ്മുടെ ഉസ്താദ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി ഈ വിശുദ്ധ നൂറാനിയത്തിന്റെ പാരമ്പര്യം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.